ഇന്ന് നമ്മൾ കുറച്ച് പേരോടെ പാട്ടൊക്കെ പഠിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഠിച്ചിട്ട് വന്നിട്ടുണ്ടാവും? അതെനിക്ക് ഓർമ്മയില്ല. കുഞ്ഞുണ്ണി സാർ ഇന്ന് പാട്ട് പാടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ന് പാട്ട് പഠിച്ചിട്ട് വന്നേക്കുന്നവരൊക്കെ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്തേ. ഇന്ന് പാട്ട് പാടാം പഠിച്ചു വന്നിട്ടുണ്ട്, തകർക്കും എന്നുള്ളവരൊക്കെ ചെറവർ റൈസ് ഹാൻഡ്. ആ മതി. ആ സാർ റൈസ് ഹാൻഡൊക്കെ മാറ്റിക്കോ. ഞാനേ നമ്മുടെ വിപിൻ സാറിൻ്റെ ക്ലാസ് ഇങ്ങനെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. ഒരു ഗ്യാപ്പിൽ അപ്പുറത്തേക്ക് പോയ സമയത്ത് സാറ് ക്ലാസ് നിർത്തിയിട്ട് പോയി. എന്നിട്ട് എന്താ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ്, എലമെന്റ്സ്, സിംബൽസ്, കെമിക്കൽ ഫോർമുലാസ് ഒക്കെ പഠിച്ച എല്ലാവരും പഠിച്ചാ ഇല്ലേ? പഠിച്ചു കഴിഞ്ഞവരൊക്കെ ഒന്ന് ഡാറ്റ കാണിച്ചേ. ആ കഴിഞ്ഞു. ഓക്കെ, എന്തായാലും നമുക്ക് കെമിസ്ട്രിന്ന് തന്നെ തുടങ്ങാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എലമെന്റ് ഏതാണെന്നറിയോ? അതെ, അതെനിക്കറിയില്ല, അറിയുള്ളൂ. അതിന്റെ അറ്റോമിക് നമ്പർ ഞാൻ പറഞ്ഞുതരാം. അറ്റോമിക് നമ്പർ 47. സാർ നാഷണൽ ഹൈവേ ആണോ പറയുന്നതെന്നുള്ളത്. ഈ കുഞ്ഞുണ്ണി സാറുണ്ടല്ലോ, പണ്ട് സ്കൂളിലൊക്കെ ടീച്ചേഴ്സ് പറയൂലേ, പൊന്നു മോനെ ഒരു നിവർത്തിയില്ലെങ്കിൽ ഒരു 10 എലമെന്റിന്റെ പേരെങ്കിലും പഠിച്ചിട്ട് പാടാന്ന് പറഞ്ഞിട്ട്. സാറിന് ഇപ്പോഴും 10 എണ്ണത്തിന്റെ പേരറിയുള്ളൂ. നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ആകെ 10 എലമെന്റ്സ് ഉള്ളൂ എന്നേ സാറിന് അറിയുള്ളൂ. 118 എണ്ണം ഉണ്ട് സാർ. എത്ര എണ്ണം ഉണ്ട്? 118 എണ്ണം ഉണ്ട്. അതൊന്നറിയാൻ പാടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 47-ാമത്തെ. 47-ാമത്തെ ഏതാ? അറിയാവുന്നവര് കമന്റ് ചെയ്തേ, അല്ലെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്തേ. സാറിന്റെ ഏജ് ആണോ? ആറിനെ ചോദിച്ചേ, അവന്റെ പേര് പറ. കുറെ പേര് ചോദിച്ചിട്ടില്ല, ഒരുത്തനെ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ അവന്റെ പേര് പറ, ഞാൻ കണ്ടത്. യെസ്, അറ്റോമിക് നമ്പർ 47 സിൽവർ. കറക്റ്റ് ആണ്, സിൽവർ. ഇനി സിൽവർ എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്നുള്ളത് നമുക്കറിയാം. ഓരോ എലമെന്റും ഇപ്പോൾ അതിൻ്റെ ലാറ്റിൻ നെയിമിൽ കൂടെ ആയിരിക്കുള്ളൂ. അതിന് ഒരു ലാറ്റിൻ നെയിം ഉണ്ടാവും, അതിൽ നിന്നായിരിക്കും ഈ ഒരു പേര് അതിന് വന്നേക്കുന്നത്. സോ ഈ അറ്റോമിക് നമ്പർ 47ന്റെ ലാറ്റിൻ നെയിം എന്ന് പറയുന്നത് എന്താണെന്നറിയോ ആർക്കെങ്കിലും? അതിന് എഴുതുന്നത് ഇങ്ങനെയാണ്. കുഞ്ഞിന് സാറിന് അറിയോ എന്താന്നുള്ളത്? ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാറിന് ചിലപ്പോൾ ഇഷ്ടാവൂല. അറിയോ ആർക്കെങ്കിലും? അതിന്റെ ലാറ്റിൻ നെയിം അറിയാന്നുള്ളവരൊന്ന് ഡാറ്റ കാണിച്ചേ. അറിയോ? ഇത്രയും പേർക്ക് അറിയോ? എല്ലാവരും ആ പീരിയോഡിക് ടേബിൾ ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടാവും സാറേ. ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞുണ്ണി സാറിന് ഇഷ്ടാവില്ല എന്നുള്ളത്. ഓക്കെ, അറിയാന്നുള്ളവരൊന്ന് കമന്റ് ചെയ്ത്, അല്ല ഒന്ന് റൈസ് ഹാൻഡ് ചെയ്തേ. വേഗം വേഗം വേഗം. ഇത്രയും പേർക്ക് അറിയോ? വാവ്, എല്ലാവരും ആ പീരിയോഡിക് ടേബിൾ ഒക്കെ എടുത്ത് നോക്കി കണ്ടുപിടിച്ച് സെറ്റ് ആയിട്ടിരിക്കുകയാണ്. രാശി ഇല്ലേ? ആരാണ് പറയണത് നോക്കി, ഇത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞുതരാട്ടോ. എന്നിട്ട് ഓക്കെ, യെസ് സാർ, നമുക്ക് ഒരാളെ വിളിച്ചു ചോദിക്കാം. ആരാ? ക്രിസ്റ്റോ. ക്രിസ്റ്റോ എന്ന് പറഞ്ഞേ, ഏതാണ്? നല്ല പവറായിട്ട് പറഞ്ഞോ നീ. അർജന്റം കേട്ടാ. ഓക്കെ, അർജന്റം എന്നാണ് അതിന്റെ പേര്. അപ്പോ എന്താണ്? അർജന്റം എന്നാണ്. സാർ അർജന്റീന എന്നല്ല വായിച്ചത്? അതെ, സാർ അങ്ങനെയാണ് വായിച്ചത് കേട്ടാ. അർജന്റീനയാണ് എൻ്റെ ഫേവറേറ്റ് ടീം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അർജന്റം ഇതാണ് എൻ്റെ ഫേവറേറ്റ് എലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഓക്കെ, കുഞ്ഞുണ്ണി സാറിന്റെ ടീം ഏതാണെന്നറിയോ? ബ്രസീലാണ്. എന്നിട്ടാണ് പറയുന്നത് ഞങ്ങൾക്ക് ഭാഗ്യമില്ല എന്നുള്ളത്. എന്ത് ചോദിച്ചാലും പറഞ്ഞോളും 5 വേൾഡ് കപ്പ് തിന്നിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, യെസ്, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ സോഷ്യൽ ക്ലാസ്സിൽ ഞാൻ വിപിൻ സാറിന്റെ ക്ലാസ് ഒക്കെ കേട്ട് നല്ല എനർജറ്റിക് ആയിട്ട് നമ്മുടെ കെമിസ്ട്രി ഒക്കെ സെറ്റ് ആയിട്ടിരിക്കുകയായിരുന്നു. ഇനി കെമിസ്ട്രി എടുക്കണം. ഈ കെമിസ്ട്രി എടുത്തവർ ഓടിക്കും. നമുക്കൊരു കാര്യം ചെയ്താലോ, അർജന്റത്തിന് മറ്റേ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യാലോ? വേണ്ട സാർ, എനിക്ക് ഒരുപാട് പോർഷൻ ഉണ്ട്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്, സാർ ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയും ടോപ്പിക്സ് ആണ്. ഈ ഒരു 6 ടോപ്പിക്ക് കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കും മെറ്റീരിയലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ ഉള്ളത് പോലെ തോന്നും. പക്ഷേ ഇതൊരു കഥ പോലെ നിങ്ങൾ ഓർത്തിരുന്നിട്ടുണ്ടെങ്കിൽ, സാർ ഒന്ന് സൈലന്റ് ആക്കി വെച്ചോ. ആരണോ?
ആ പേര് നോക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പോ സർ പ്ലീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു 6 ടോപ്പിക്കേ പഠിക്കാനായിട്ടുള്ളൂ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാറേ ഒരു മാപ്പ് ഞാൻ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മാപ്പ് ഒന്ന് റെഡിയാക്കി വെച്ചോട്ടോ. നമ്മൾ ഗുപ്ത ടൈം പീരീഡിനെ കുറിച്ചിട്ടാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ലാസ്റ്റ് ക്ലാസ്സിൽ. സാറേ ആ ഒരു മാപ്പ് നമുക്കൊന്ന് ജസ്റ്റ് കാണിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം ഈ മാപ്പിൽ കാണാൻ പറ്റുന്നത് പോലെ ശതവാഹനാസ് എന്നുള്ളൊരു സെക്ഷനായിരുന്നു നമ്മൾ പറഞ്ഞത്. അവിടെ നിന്ന് ലാൻഡ് ഗ്രാൻഡ് എന്ന് പറയുന്ന സിസ്റ്റം പിന്നീട് എങ്ങോട്ടേക്ക് മാറി? ഗുപ്തർ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ ഗുപ്തനിലേക്ക് അവിടെ മാറി. അതിനുശേഷം പിന്നീട് അതെന്ത് ചെയ്യും? അവിടെ ഏറ്റവും അടിയിൽ കാണുന്ന സൗത്ത് ഇന്ത്യയിലോട്ട് അത് മാറും. ഓക്കെ, അപ്പോൾ ചേര, ചോള, പാണ്ഡ്യ എന്നുള്ളത് അടിയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ പല്ലവ, പാണ്ഡ്യ രാജാക്കന്മാരാണ് ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സൗത്ത് ഇന്ത്യ ഭരിച്ചിരുന്നത്. അത് അങ്ങോട്ടേക്ക് മാറും. ഓക്കെ സാറേ, ഈ സംഭവം ഒന്ന് കട്ട് ചെയ്തു, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഗുപ്ത എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ ആ ഒരു ഭാഗമാണല്ലോ, നോർത്ത് ഭാഗത്താണ് ആ സംഗതി കിടക്കുന്നത്. അത്ര അറിഞ്ഞാൽ മതി എന്തായാലും. ഓക്കെ, സോ നമ്മൾ പഠിക്കുന്നത് ഫുള്ള് ഈ പറയുന്ന ഗുപ്ത ടൈം പീരീഡിൽ ഉള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു സിനിമയുടെ ഭാഗമൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഹരികൃഷ്ണൻസിൽ. അപ്പൊ അതിൽ പറയുന്നൊരു ഡയലോഗാണ്, ചൂടുള്ള ചായ ഊതി ഊതി കുടിക്കാനായിരുന്നു ഗുപ്തന് ഇഷ്ടം. ഗുപ്തന്റെ കൂടെ കൂടിയതിന് ശേഷമാണ് ഞാൻ ഇത്ര അധികം ചായ കുടിച്ചു തുടങ്ങിയത്. അത് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന് ഓർമ്മ വന്നു, ശ്രീഹരി എന്നാണ് അവൻ്റെ പേര്. അവൻ ഒരു ദിവസം ഒരു മിനിമം ഒരു 6-7 ചായയെങ്കിലും കുടിക്കും. ഇന്നലെ അവനെ കണ്ടതിന് ശേഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 2 ചായ അവൻ്റെ ഒപ്പം ഞാൻ കുടിച്ചിട്ടുണ്ട്. ഇന്നലെ കണ്ട ഒരു 3 മണിക്കൂറിൻ്റെ ഇടയിൽ. ഓക്കെ, എനിക്ക് പെട്ടെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ഗുപ്തന കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് അത് ഓർമ്മ വന്നു പെട്ടെന്ന്. ഓക്കെ, അപ്പോൾ ഈ ഗുപ്ത ടൈം പീരീഡിൽ ഇത്രയും കണ്ടന്റാണ് പഠിക്കാനുള്ളത്. പൊസിഷൻ ഓഫ് വുമൺ ഒന്നാമത് പഠിക്കേണ്ട ടോപ്പിക്. നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ബുക്കിലേക്ക് ആ സാധനം ഒന്ന് എഴുതി വെച്ചോ. പൊസിഷൻ ഓഫ് ദ വുമൺ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്, പൊസിഷൻ ഓഫ് ദ വുമൺ. ഓക്കെ, പെട്ടെന്ന് പഠിച്ചേക്കാം. അതായത് ഈ രാജ്ഞിമാരെ അടക്കം എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഗുപ്ത ടൈം പീരീഡിൽ വകാടക റാണിയായിരുന്ന കുറച്ച് പേരുടെ പേരൊക്കെ അവിടെ പറയും, ഒരാളുടെ പേരൊക്കെ അവിടെ പറയും. അവർക്കൊക്കെ സമൂഹത്തിൽ ഉന്നത സ്ഥാനം ലഭിച്ചിരുന്നെങ്കിലും ഭൂരിഭാഗം വരുന്ന സ്ത്രീകൾക്ക് സമൂഹത്തിൽ താഴെ സ്ഥാനമായിരുന്നു, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് കീഴ്പ്പെട്ട് ജീവിക്കണം എന്നുള്ളൊരു പദവി പോലെയായിരുന്നു അവിടെ കൊടുത്തിരുന്നതാകെ. ഇനി ഇത്രയൊക്കെ കാര്യങ്ങളും ഡെവലപ്മെന്റ് ഒക്കെ അവിടെ പറയുന്നുണ്ടെങ്കിലും, ഗുപ്ത ടൈം പീരീഡിൽ പറയുന്നുണ്ടെങ്കിലും, ഒരു സ്ത്രീക്ക് പോലും അവിടെ ഭൂമി ദാനം ചെയ്തതായിട്ട് പറയപ്പെടുന്നില്ല, ലാൻഡ് ഗ്രാൻഡ് ചെയ്തതായിട്ട് പറയപ്പെടുന്നില്ല. സോ പൊസിഷൻ ഓഫ് ദ വുമൺ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകും. സ്ത്രീകൾക്ക് വളരെ താഴ്ന്ന പൊസിഷൻ ആയിരുന്നു, പദവിയായിരുന്നു ഉണ്ടായിരുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലായെങ്കിൽ ഒരു തമ്പ് കാണിച്ചേ, ഞാൻ അതിന്റെ സ്ലൈഡ് കാണിച്ചു തരും, അപ്പൊ ഒന്നുകൂടെ മനസ്സിലാവും. സോ സിമ്പിൾ ആണ്. അപ്പോൾ പൊസിഷൻ ഓഫ് ദ വുമൺ എന്ന് പറയുന്ന സെക്ഷനിൽ സ്ത്രീകൾക്ക് വളരെ താഴ്ന്ന പദവിയായിരുന്നു അവിടെ കിട്ടിയിരുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. സാർ ഇനി നമുക്ക് ആ ഒരു സ്ലൈഡ് ഒന്ന് കാണിച്ചു കൊടുക്കാം. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചോ എല്ലാവരും. സാർ ഒന്ന് ഇതാക്കി കൊടുത്തു, ഒന്ന് ഡാർക്ക് ആക്കി കൊടുത്തു ആ ഒരു ഭാഗം. വകാടക റാണിയായിരുന്ന പ്രഭാവതി ഗുപ്തയെ പോലെയുള്ള ചില രാജ്ഞിമാർ ആദരിക്കപ്പെട്ടിരുന്നെങ്കിലും പൊതുവെ സ്ത്രീകൾക്ക് വളരെ താഴ്ന്ന നില, വളരെ താഴ്ന്നതായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ സാർ, അടുത്ത സ്ലൈഡ് ഒന്ന് കാണിക്കാം. ഓക്കെ സാർ, ഇത് എന്നെ കൂടെ കാണിക്കുന്നില്ല വല്ല വെച്ചോ. ഓക്കെ ഓക്കെ, all the women from the queens to the women of the lowest section in the society were accepted to submissive to women. രാജ്ഞി മുതൽ താഴോട്ട് എല്ലാ വിഭാഗം സ്ത്രീകളും പുരുഷന്മാർക്ക് കീഴ്പ്പെട്ട് ജീവിക്കണം എന്നായിരുന്നു അന്നത്തെ സമൂഹത്തിൽ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ഈവൻ ദ അപ്പർ ക്ലാസ് വുമൺ ഡിഡ് നോട്ട് എൻജോയ് എ ഹൈ പൊസിഷൻ ഓർ കൺസിഡറേഷൻ ഇൻ ദ സൊസൈറ്റി. ദർ ഈസ് നോ എവിഡൻസ് ഓഫ് ലാൻഡ് ഗ്രാൻഡ് റിസീവ്ഡ് ബൈ ഈവൻ ബ്രാഹ്മിൻ വുമൺ. അതായത് ഉന്നത വിഭാഗങ്ങളിലെ സ്ത്രീക്ക് പോലും വളരെ താഴ്ന്ന പദവിയായിരുന്നു സമൂഹത്തിൽ ഉണ്ടായിരുന്നത്, പരിഗണനയൊന്നും ലഭിച്ചിരുന്നില്ല. ബ്രാഹ്മണ സ്ത്രീക്ക് പോലും ഭൂമി ദാനം ചെയ്തതായിട്ട് പറയപ്പെടുന്നില്ല. സോ പൊസിഷൻ ഓഫ് ദ വുമണിനെ പറ്റി ചോദിച്ചാൽ ഇത്രയും കാര്യം അറിയണം. എടാ, സ്ത്രീക്ക് വളരെ താഴ്ന്ന പദവിയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ വകാടക റാണിയായിരുന്ന പ്രഭാവതിയെ പോലെയുള്ളവർക്ക് കുറച്ച് നിലയും വിലയൊക്കെ സൊസൈറ്റിയിൽ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നെങ്കിലും ഭൂരിഭാഗം വരുന്ന സ്ത്രീകൾക്ക് വളരെ താഴ്ന്ന പദവിയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ബ്രാഹ്മണ സ്ത്രീക്ക് പോലും ഭൂമി ദാനം അഥവാ ലാൻഡ് ഗ്രാൻഡ് ചെയ്തതായിട്ട് പറയപ്പെടുന്നില്ല. ചുരുക്കി പറഞ്ഞ സ്ത്രീകളുടെ നില വളരെ പരിതാപകരമായിരുന്നു. പുരുഷന്മാർക്ക് കീഴ്പ്പെട്ട് ജീവിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു അന്നത്തെ സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. സോ പൊസിഷൻ ഓഫ് ദ വുമണിൽ ഇത്രേ പഠിക്കാനുള്ളൂ. ക്ലിയർ ആയിട്ട് മനസ്സിലായെങ്കിൽ ഒരു തമ്പ് കാണിച്ചേ. ക്ലിയർ ആയിട്ട് മനസ്സിലായെങ്കിൽ ഒരു തമ്പ് കാണിച്ചേ, വേഗം കാണിച്ചില്ലേ സാർ?
ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു തരാൻ പറ്റൂ പൊസിഷൻ ഓഫ് ദ വുമണിൽ എന്താണ് പഠിച്ചത് എന്നുള്ളത്? ഒന്ന് റൈസ് ഹാൻഡ് ചെയ്തിട്ട് ഒന്ന് പറയാൻ പറ്റൂ? നിങ്ങളുടെ ഓൺ വേർഡ്സിൽ പറഞ്ഞാൽ മതി, തെറ്റിയാലും പേടിക്കണ്ട, ഞാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഒന്നുമില്ല, ഇപ്പം ഈ പറഞ്ഞ കാര്യം മാത്രം സ്ലൈഡിലുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് വാരി വലിച്ച് പറയണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പം എന്താണോ മനസ്സിലായത് അതങ്ങ് പറഞ്ഞാൽ മതി. സാർ റൈസ് ഹാൻഡ് ചെയ്തേക്കുന്ന ഒരാളെ നമുക്ക് വേഗം വിളിക്കാം. ഫിദ ഫാത്തിമ, ഒന്ന് പറഞ്ഞേ മോനെ, എന്താണ് മനസ്സിലായത്? പൊസിഷൻ ഓഫ് ദ വുമൺ ഡ്യൂറിങ് ഏത് സമയത്താണ്? നമ്മുടെ ഗുപ്തന്മാരുടെ കാലഘട്ടത്തിൽ കേട്ടോ. ഓക്കെ, ഗുപ്ത പീരീഡ്. ഓക്കെ, പറഞ്ഞോ. പ്രഭാവതി പോലുള്ള സ്ത്രീകളൊക്കെ പഠിച്ചെടുക്കുന്നെങ്കിലും കൂടുതൽ സ്ത്രീകൾക്കൊക്കെ മെൻസിനെ കീഴ്പ്പെടുത്തി ജീവിക്കേണ്ട അവസ്ഥയായിരുന്നു. പിന്നെ ഒരുപാട് ലാക്ടാക്സിന്റെ കാര്യം പറയുന്നുണ്ടെങ്കിലും ഒരു പ്രാവശ്യം പോലും അത് കൊടുത്തതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. സാറേ നമുക്കൊരു ക്ലാപ്പ് കൊടുക്കാം. സാറേ ഫോണൊന്ന് കട്ട് ചെയ്തു. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും കണ്ടന്റ് അവിടെ പഠിക്കാനായിട്ടുള്ളൂ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും. ഓക്കെ അല്ലേ? അപ്പോൾ പൊസിഷൻ ഓഫ് ദ വുമൺ സംശയമൊന്നും ഇല്ല എന്നുള്ളവരൊന്നും കൂടെ ഒന്ന് തമ്പ് കാണിച്ചേ. സ്ത്രീകൾക്ക് വളരെ താഴ്ന്ന പൊസിഷനാണ് അവിടെ കിട്ടിയിരുന്നത്. ഇനി സാറേ സ്ലൈഡ് ഒന്ന് കട്ട് ചെയ്തു. നമ്മുടെ ഗുപ്ത രാജാക്കന്മാർ അവർക്ക് ഒരുപാട് പവേഴ്സ് ഉണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം അവർക്ക് കുറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഒരു രാജ്യത്തെ രാജാവ്, ആ രാജാവിന് ഒരുപാട് പവേഴ്സ് ഉണ്ട്. എന്ത് വേണമെങ്കിലും പ്രജകളോട് ചെയ്യാനായിട്ടുള്ള പവർ നമ്മുടെ രാജാവിനുണ്ട്. അറ്റ് ദ സെയിം ടൈം ആ രാജാവിന് കുറെ റെസ്പോൺസിബിലിറ്റീസും ഉണ്ടാകും. ഇവിടെ നമുക്ക് പഠിക്കാനുണ്ട്, നമ്മുടെ ഗുപ്ത രാജാക്കന്മാർക്ക് ഒരുപാട് പവേഴ്സ് ഉണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്ന റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബേസിക് കോമൺ നോളജ് വെച്ചിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കി. ഒരു രാജാവ്, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് അവിടെ ഒരു രാജാവുണ്ട്. ആ രാജാവിന് ഒരുപാട് പവേഴ്സ് ഉണ്ട്. എന്നാൽ ആ രാജാവിനുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയായിരിക്കുള്ളൂ? അറിയാവുന്നവർ, ഒരു ഐഡിയ ഉള്ളവരൊന്ന് വേണ്ട റീസെന്റ് ചെയ്യണ്ട. സാർ കള്ള ലക്ഷണമുള്ള ഒരാളെ വിളിച്ചു തന്നെ വേഗം. യെസ്, അതായത് ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് എന്ന വ്യാജേന ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരാൾ, അങ്ങനെ ഒരാളെ വേഗം പിടിച്ചു. കിട്ടിയാ? പേര് അമ്പാടി. ശരിയുണ്ട, കറക്റ്റ്. അമ്പാടി. കള്ളലക്ഷണം നിനക്ക് ഇപ്പൊ വന്നതാണോ ജന്മന ഉള്ളതാണോ? അയ്യോ, കള്ളലക്ഷണോ? എന്താണോ അത്? അതിന്റെ അപ്പുറത്തിരുന്ന് ചിരിക്കണായിരുന്നു സാർ കള്ളലക്ഷണത്തോടെ. മരിയയും ഏബലും. അവർക്ക് രണ്ടുപേർക്കും കള്ളലക്ഷണം ഇല്ല. എന്തോ കാര്യമായിട്ട് ഒപ്പിച്ചിട്ടുണ്ട് അവിടെ നിന്നിട്ടുണ്ടെണ്ണം. ഓക്കെ, മോനെ പറഞ്ഞു. അമ്പാടി താമസിക്കുന്ന സ്ഥലത്ത് ഒരു രാജാവുണ്ട്. ആ രാജാവിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയായിരിക്കുള്ളൂ? മൃഗങ്ങളെ സംരക്ഷിക്കണം, നാട്ടുകാരെ സംരക്ഷിക്കണം. ഓക്കെ, കുഞ്ഞുണ്ണി സാർ കേട്ട തെറ്റിയതാ. ഓക്കെ, നാട്ടുകാരെ സംരക്ഷിക്കണം, പ്രജകളെ സംരക്ഷിക്കണം. പിന്നെ അതേപോലെ നാട്ടിനെ മറ്റ് ആക്രമണങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കണം. ഇതൊക്കെ ആയിരിക്കുമല്ലോ അയാളുടെ പ്രധാന ജോലി എന്ന് പറയുന്നത്. അല്ലേ? ആണ്. സംശയമില്ലല്ലോ? ഇല്ല. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടാ. എടാ വെറുതെ പറഞ്ഞ കള്ളലക്ഷണമൊന്നുമില്ല കേട്ടാ. കുഞ്ഞുണ്ണി സാറിന് തെറ്റിപ്പോയതാ. ശരിക്കും കള്ളലക്ഷണം ഉള്ളത് വേറെ ആൾക്കാർ. ഓക്കെ സാർ, നമുക്ക് ഇനി ആ സ്ലൈഡ് ഒന്ന് കാണിച്ചു കൊടുക്കാം. വാട്ട് ആർ ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഗുപ്ത കിങ്സ്? അതായത് അവർക്ക് ഒരുപാട് പവേഴ്സ് ഉണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം അവർക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. എന്തൊക്കെയാണെന്നുള്ളത് ഒരു 3 എണ്ണേ ഉള്ളൂ. വേഗം പഠിക്കണം, വേഗം. പ്രൊട്ടക്ട് ദ പീപ്പിൾ ഫ്രം അഗ്രഷൻ, അതായത് ആക്രമണങ്ങളിൽ നിന്ന് പ്രജകളെ സംരക്ഷിക്കുക. അടുത്തത് പ്രൊട്ടക്ട് ബ്രാഹ്മിൻസ്, അതേപോലെ ശ്രമണാസ് ആൻഡ് ദ വീക്കർ സെക്ഷൻസ്, അതായത് ബ്രാഹ്മണരെയും ശ്രമണരെയും, അതായത് ബുദ്ധ ജൈന വിഭാഗങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ അബലരെയും, അതായത് ദുർബലരായിട്ടുള്ള ഒരു വിഭാഗം, അവരെയും സംരക്ഷിക്കണം. ഓക്കെ, മരിയ അവിടെ ശ്രദ്ധിച്ചിരിക്കുക. കുറെ നേരമായി ചിരിച്ചുകൊണ്ടിരിക്കുന്ന, വീട്ടിൽ വന്ന് കണ്ണിൽ കുത്തും ഞാൻ. അടുത്തത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്, നീതി നിർവഹണം നടത്തുക. ഇതൊക്കെയായിരുന്നു അവരുടെ പ്രധാന ജോലി എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയും, എൻ്റെ ഒപ്പം പറഞ്ഞു നോക്കണം, അപ്പോഴത്തേക്ക് പഠിച്ചു കഴിയണം. ഓക്കെ, ഒന്ന് പ്രൊട്ടക്ട് ദ പീപ്പിൾ ഫ്രം അഗ്രഷൻ, പ്രജകളെ സംരക്ഷിക്കണം. രണ്ടാമത്തെ പോയിന്റ് ബ്രാഹ്മണരെയും ശ്രമണരെയും അതേപോലെ ദുർബലരായിട്ടുള്ളവരെയും അബലരെയും സംരക്ഷിക്കുക. മൂന്നാമത്തെ പോയിന്റ് നീതി നിർവഹണം നടത്തുക, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. വൺസ് അഗെയിൻ എൻ്റെ ഒപ്പം ഉറക്കെ പറയണം, വീട്ടിൽ 4-5 ആൾ കേൾക്കണം കേട്ടോ.
ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരാളെ ഡയറക്റ്റ് വിളിച്ചിട്ട് ചോദിക്കും, കിട്ടാത്ത ഒരാൾക്ക് സ്പോട്ടിൽ ഒരു പണിഷ്മെന്റ് തരും കേട്ടോ. സാറേ ശ്രദ്ധിക്കാതെ ഇരിക്കുന്നുണ്ടെന്ന് തോന്നുന്ന ഒരാളെ നോക്കി വെച്ചോട്ടാ. ഓക്കെ, എല്ലാവരും ഉറക്കെ പറയണം, ചുണ്ടനക്കാത്ത ആളെ നോക്കിക്കോ. 1, പ്രൊട്ടക്ട് ദ പീപ്പിൾ ഫ്രം അഗ്രഷൻ, ആക്രമണങ്ങളിൽ നിന്ന് പ്രജകളെ സംരക്ഷിക്കുക. 2, പ്രൊട്ടക്ട് ബ്രാഹ്മിൻസ്, ശ്രാവണാസ് ആൻഡ് ദ വീക്കർ സെക്ഷൻസ്, ബ്രാഹ്മണരെയും ശ്രമണരെയും എന്ത് ചെയ്യുക, അബലരെയും സംരക്ഷിക്കുക. ലാസ്റ്റ് പോയിന്റ്, നീതി നിർവഹണം നടത്തുക. കിട്ടില്ല. ഓക്കെ സാർ, ഒരാളെ കിട്ടിയിട്ടുണ്ടാവും എന്തായാലും. പഠിച്ചു കഴിഞ്ഞവർ റൈസ് ഹാൻഡ് ചെയ്തോ കേട്ടോ. പഠിച്ചു കഴിഞ്ഞവർ റൈസ് ഹാൻഡ് ചെയ്തോ. റൈസ് ഹാൻഡ് ചെയ്തവർ ഓക്കെ, ഞാൻ പഠിച്ചു കഴിഞ്ഞു, റൈസ് ഹാൻഡ് ചെയ്തിട്ടുണ്ട്, എന്നോട് ചോദിക്കില്ല എന്ന് വിചാരിക്കേണ്ട, ആരോട് വേണമെങ്കിലും ചോദിക്കാം. ഒരു 3 പേരോട് ഞാൻ ചോദിക്കും. സാർ വേഗം ഒരാളെ പഠിച്ചു തന്നെ. മറ്റേ സിനിമയിലൊക്കെ ഇല്ലേ സാർ, ഈ സിനിമയിലല്ലോ കരിക്കിൻ്റെ ഒരു സീരീസിലില്ലേ, അതായത് ഫുൾ കോൺഫിഡൻസ് വരുന്ന ടീച്ചർ ചോദിക്കൂല എന്ന് വിശ്വസിക്കുന്ന ഒരുത്തൻ, അങ്ങനെയുള്ള ഒരാളെ നോക്കിക്കോ. അതെ, കരിക്കുലർ ഒരുത്തന്നെ ഇരിക്കൂലേ ഭയങ്കരമായിട്ട് ചിരിച്ച്. അതെ, അതേപോലത്തെ ഫേസ് ഉള്ള ഒരുത്തന്നെ വിളിച്ചോ, അല്ലെങ്കിൽ ഒരുത്തിയെ വിളിച്ചോ. ആരാ? ജോയറ്റ്. ശരിയാണ് കേട്ടോ, കുഞ്ഞുണ്ണി സാർ ഭയങ്കര സെലക്ഷൻ സെൻസ് ആണ്. ഓക്കെ, പറഞ്ഞോ, എന്തൊക്കെയായിരുന്നു ഗുപ്ത കിങ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്? വേഗം ഒന്ന് പറഞ്ഞ മോനെ. ആരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യണം? അവിടുത്തെ ജനങ്ങളായിട്ടുള്ള ബ്രാഹ്മിൻസ്, ശ്രാമണാസ്, അതായത് ബ്രാഹ്മണന്മാരെന്ന് പറയുന്ന ഉയർന്ന വിഭാഗം, അതേപോലെ ശ്രാമണാസ് വീക്കർ സെക്ഷൻ എന്ന് പറയുന്ന താഴെയുള്ള വിഭാഗം. ഒരു രാജാവ് ഒരിക്കലും പണക്കാരെ മാത്രം സംരക്ഷിച്ചാൽ പോലെ എല്ലാവരെയും സംരക്ഷിക്കണം. ഓക്കെ, ലാസ്റ്റ് പോയിന്റ്, ജസ്റ്റിസ്, അതായത് നീതി നിർവഹണം നടത്തുക. കിടിലം. ഓക്കെ മോനെ, സൂപ്പറാണ് കേട്ടോ. ഇവൻ കോൺഫിഡൻസ് ഉണ്ടായി പഠിച്ചിട്ടുണ്ടായിരുന്നു. സാർ നമുക്ക് അടുത്തൊരാളെ വിളിക്കാം, അതേപോലെ കോൺഫിഡൻസ് അഭിനയിച്ചിരിക്കുന്ന ഒരാൾ. ആരാണത്? ആരാ? ഗ്യാലിയ. പറയൂ, ഗ്യാലിയ. ഒറ്റ പേരാണോ? അത് ശരി. പറഞ്ഞോ. പോരട്ടെ. ജസ്റ്റിസ്. ഓക്കെ മോനെ, വെരി ഗുഡ്. സാർ ഇപ്പൊ ആൻസർ പറഞ്ഞ 2 പേർക്ക് നമുക്കൊരു ക്ലാപ്പ് കൊടുക്കണം. ഓക്കെ, കുഞ്ഞുണ്ണി സാർ പഠിച്ചു കഴിഞ്ഞാറല്ലേ സാധനം ചോദിച്ചാൽ കിട്ടൂലേ? അല്ലല്ല, കുഞ്ഞുണ്ണി സാർ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും കേട്ടോ, സർപ്രൈസ് ആയിട്ട്, ശ്രദ്ധിച്ചിരുന്നോളാം. കണ്ണു പിടിക്കണല്ലോ, പ്രായമായില്ലേ. ഓക്കെ, ആ 47 എന്ന് പറഞ്ഞപ്പോ ഏജ് ആണെന്ന് ചോദിച്ചെടുത്തൻ അവൻ എന്റെ മനസ്സിൽ നിന്ന് പോണില്ല. അവന്റെ പേരെന്താണ്? അവനോട് ചോദിച്ചേ, അവൻ ആരായിരുന്നു? അവൻ പോട്ടെ, ഒരാളുടെ അടുത്തും കൂടെ ചോദിക്കാം. നല്ല എനർജറ്റിക് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം എന്നുള്ളവർ റൈസ് ഹാൻഡ് ചെയ്തു. നല്ല എനർജറ്റിക് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം, നല്ല പവർഫുൾ വോയിസ്, അത്രയും പവർ ഉള്ളവർ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്യുക. ഉഷാറായിട്ട് കൈവീശി കാണിക്കുക വേഗം. സാർ നല്ല എനർജറ്റിക് ആയിട്ട് കൈവീശുന്ന ഒരാളെ വിളിച്ച് വേഗം വേഗം വേഗം. നല്ല എനർജറ്റിക് ആയിട്ട് കൈവീശുന്ന ഏറ്റവും എനർജി ഉള്ള ഒരാളെ വിളിച്ചോ. സാർ എനർജി ഉള്ള ഒരാളാട്ടാ, അയാളൊന്നും വേണ്ട. ഇതാരാ? അലീന. നല്ല പേരാ അലീന. വേണ്ടല്ലേ? അല്ല, ഞാൻ പാട്ട് പാടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേണ്ട, പാടിക്കോ. അല്ല പറഞ്ഞോ. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. ഓക്കെ മോനെ, വെരി ഗുഡ്. ഓക്കെ, യെസ്. അപ്പൊ എല്ലാവരും ഈ ചോദ്യം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഒരാളുടെ അടുത്തും കൂടെ നമുക്ക് ചോദിച്ചിട്ട് പോകാം. സാർ, ആരാണ് മുഖത്ത് ഒരു വികാരവും ഇല്ലാതിരിക്കുന്നത്? സന്തോഷവും ഇല്ല, സങ്കടവും ഇല്ല, വിശപ്പും ഇല്ല, ദാഹവും ഇല്ല, അങ്ങനത്തെ ഒരു ഭാവം. അതെ, ആകെ ഒറ്റ വികാരമുള്ള മുഖത്ത്, ഉറക്കം. അപ്പൊ പേരെന്താണ് അതിന്റെ? എന്താണ്? ബ്രിൻഡ. And the weaker section of the society. Last point, administration of justice. ഓക്കെ, ഉറങ്ങാണെങ്കിൽ ആ കൊച്ചു പഠിക്കുന്നുണ്ടായിരുന്നു സാർ. ഈ കുഞ്ഞിന് സാറിന്റെ സെലക്ഷൻ എപ്പോഴും ഭയങ്കര മോശം. ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ 2 ചോദ്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പഠിച്ചു കഴിഞ്ഞ 2 ചോദ്യം നമ്മൾ പണ്ട് ചെയ്തിരുന്ന പോലെ തന്നെ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ടാകും. അതൊന്ന് ജസ്റ്റ് ടിക്ക് ചെയ്ത് വെച്ചേക്കുക. അതൊന്ന് ടിക്ക് ചെയ്ത് വെച്ചേക്കുക. യെസ് സാറേ, സ്ലൈഡ് ഒന്ന് കട്ട് ചെയ്യാം. യെസ്. നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഒരിത്തിരി വലുതാണ്, അറിഞ്ഞിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ് അറ്റ് ദ സെയിം ടൈം. ആർട്ട് ലിറ്ററേച്ചർ, അതായത് ആർട്ട്
ലിറ്ററേച്ചറിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അന്നത്തെ കാലത്ത് ഉണ്ടായ നിർമ്മിതികൾ, പിന്നെ ലിറ്ററേച്ചർ സാഹിത്യ രൂപങ്ങൾ, പ്രധാനമായിട്ടും സാൻസ്ക്രിറ്റ് അഥവാ സംസ്കൃതത്തിലായിരുന്നു അന്നത്തെ നാടകങ്ങളായിക്കോട്ടെ കാവ്യങ്ങളായിക്കോട്ടെ കൂടുതലും രചിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ആർട്ട് ലിറ്ററേച്ചർ എന്നുള്ള സെക്ഷൻ പറയുമ്പോൾ അവരുടെ നിർമ്മിതികളെ കുറിച്ചിട്ടും അന്നത്തെ കാലത്ത് ആളുകൾ നിർമ്മിച്ചിരുന്ന ഈ ക്ഷേത്രങ്ങൾ, അമ്പലങ്ങൾ, അതൊക്കെ എങ്ങനെയായിരുന്നു, അതിൻ്റെ ഘടനയൊക്കെ എങ്ങനെയായിരുന്നു, സ്ട്രക്ചർ എങ്ങനെയായിരുന്നു, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന ഏരിയ ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും നമ്മുടെ മെറ്റീരിയലിലും 2 ടേബിളായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. 2 ടേബിളായിട്ട് ആ ടേബിള് ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. ആ ഒരു ക്വസ്റ്റിനെ അവിടെ നിന്ന് ചോദിക്കാനായിട്ടുള്ള സാധ്യത ഉള്ളൂ. ഓക്കെ സാർ, നമുക്ക് ഇനി സ്ലൈഡ് ഒന്ന് കാണിച്ചു കൊടുക്കാം. എല്ലാ മക്കളും നന്നായി ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, കലയും സാഹിത്യവും. ആർട്ട് ആൻഡ് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ ഡെവലപ്ഡ് ഡ്യൂറിംഗ് ദ പീരീഡ്, ഈ കാലയളവിൽ കലയും സംസ്കൃത സാഹിത്യവും വളർന്നു വന്നു. ഇൻ ദ ഫീൽഡ് ഓഫ് ആർട്ട് ലിറ്ററേച്ചർ എക്സൽഡ്, അതായത് വാസ്തുവിദ്യ വിദ്യയായിരുന്നു കലാരംഗത്ത് ഏറ്റവും പുരോഗതി കൈവരിച്ചത്. വാസ്തുശില്പ വിദ്യയായിരുന്നു അത് പുരോഗതി വരിച്ചത്. ഓക്കെ, മറ്റേ ഏതോ ഒരു സിനിമയിൽ ഫഹദ് ഫാസിലിന്റെ അടുത്ത് അമല പോൾ പറയുന്നുണ്ട്, അത് വാസ്തു ഇത് വസ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ നിർമ്മിതികളിലുള്ള ഭംഗിയാണ് അവിടെ വാസ്തുശില്പം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അന്നത്തെ കാലത്ത് നിർമ്മിച്ചിരുന്ന ആ ക്ഷേത്രങ്ങളും അതിന്റെ നിർമ്മാണ രീതികളൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. അടിപൊളിയായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. മെനി ടെമ്പിൾസ് വെർ കൺസ്ട്രക്റ്റഡ് ഡ്യൂറിംഗ് ദിസ് പീരീഡ്, നിരവധി ക്ഷേത്രങ്ങൾ ഈ കാലയളവിൽ എന്ത് ചെയ്തു, നിർമ്മിക്കപ്പെട്ടു. ഓക്കെ സാർ, നമുക്ക് അടുത്ത ടേബിൾ സെക്ഷൻ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇതെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ ഇത് ഇതേപോലെ തന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞ് ചോദിക്കാം. അന്നത്തെ കാലത്തെ നിർമ്മാണങ്ങൾ, അതായത് ഘടനാക്ഷേത്രങ്ങളുടെ നിർമ്മിതി എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത്. അതിൽ ഒന്നാമത്തതാണ് കൺസ്ട്രക്ഷൻ ഓഫ് ടെമ്പിൾ യൂസിങ് സ്റ്റോൺ ആൻഡ് ബ്രിക്സ്, അതായത് കല്ലും ഇഷ്ടികയും കൊണ്ട് നിർമ്മിക്കുന്നത്. ഉറക്കെ പറഞ്ഞ എന്തൊക്കെയാണ് കല്ലും ഇഷ്ടികയും കൊണ്ട് നിർമ്മിക്കുന്നത്? അതേപോലെ ക്ഷേത്ര നിർമ്മിതിയാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് സ്കൾപ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊത്തുപണി. ഓക്കെ കുഞ്ഞുണ്ണി സാർ ശ്രദ്ധിക്കുന്നില്ലേ? ഓക്കെ, അപ്പൊ 2 എണ്ണമാണ് പറഞ്ഞത്. ഒന്ന് കൺസ്ട്രക്ഷൻ ഓഫ് ടെമ്പിൾസ് യൂസിങ് ദ സ്റ്റോൺ ആൻഡ് ബ്രിക്സ്, രണ്ടാമത്തെ സ്കൾപ്ചേഴ്സ് അഥവാ കൊത്തുപണി എന്ന് പറയുന്നത്. പഠിച്ചു കഴിഞ്ഞു എന്നുള്ളവർ വേഗം റൈസ് ഹാൻഡ് ചെയ്തേ. കൺസ്ട്രക്ഷൻ ഓഫ് സ്കൾപ്ചറൽ ടെമ്പിൾസ്, അതായത് ഘടനാക്ഷേത്രങ്ങളുടെ നിർമ്മിതി. 2 രീതിയിലാണ് നിർമ്മിച്ചത്. ഒന്ന് കല്ലും അതേപോലെ ഇഷ്ടികയും കൊണ്ട് നിർമ്മിച്ചിരുന്നു. 2 ഈ പറയുന്ന കൊത്തുപണികൾ കൊണ്ട് നിർമ്മിച്ചിരുന്നു. സിമ്പിൾ ആണ്. ഓക്കെ, പഠിച്ചു കഴിഞ്ഞവർ വേഗം 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 റൈസ് ഹാൻഡ് ചെയ്തേ. പഠിച്ചു കഴിഞ്ഞവർ വേഗം ഒന്ന് റൈസ് ഹാൻഡ് ചെയ്യും. ചെയ്തോ സാർ? എല്ലാവരും ചെയ്തിട്ടില്ലേ? ചെയ്തു. ദാ ഇരിക്കുന്ന ഒരാളുടെ അടുത്ത് ചോദിക്കാം, ഇതാരാണ് കൊച്ച്? ആരാണ്? സോന. കണ്ണ് സോന, ഉറക്കമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പറഞ്ഞു. Construction of temples using stone and bricks, sculptures. ഓക്കെ, സ്കൾപ്ചേഴ്സും ആയിരുന്നു. അന്നത്തെ കാലത്ത് ആളുകൾ ലിറ്ററേച്ചർ മെയിൻ ആയിട്ട് രചിക്കപ്പെട്ടിരുന്നത്, അതായത് എഴുതിയിരുന്നത് ഏത് ഭാഷയിലായിരുന്നു കൂടുതലായിട്ടൊന്ന് പറഞ്ഞേ? ഏത് ലാംഗ്വേജിലായിരുന്നു? പറഞ്ഞോ, ഏത് ഭാഷയിലായിരുന്നു അന്ന് ആൾക്ക് കൂടുതലായിട്ട് രചിക്കപ്പെട്ടിരുന്നത് സാഹിത്യങ്ങളെല്ലാം? അതെനിക്കറിയില്ലേ. എന്താണ് തോന്നുന്നത്? അറ്റോമിക് നമ്പർ ഓഫ് അർജന്റം ഓർ സിൽവർ ഏതാ? അറ്റോമിക് നമ്പർ ഓഫ് അർജന്റം ഓർ സിൽവർ എത്രയാ? അത് ശരി, അത് പറഞ്ഞൂടെ ഇത് പറഞ്ഞൂടാ. നമ്മുടെ കുഞ്ഞുണ്ണി സാറിന്റെ പ്രായം എന്നൊക്കെ പറഞ്ഞ കുറച്ച് നേരത്തെ എത്രയായിരുന്നു നമ്പർ? 47. കറക്റ്റ്. ഞാൻ പറഞ്ഞില്ലേ കൊച്ചു ശ്രദ്ധിക്കുന്നുണ്ട് കുഞ്ഞുണ്ണി സാർ. ഓക്കെ യെസ്, മ്യൂട്ട് ചെയ്തോ സാർ, വേഗം മ്യൂട്ട് ചെയ്തോ, അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും പറയും. ഓക്കെ യെസ്, അപ്പോൾ പഠിച്ചിട്ടുണ്ട് എല്ലാവരും. ഓക്കെ, എനിക്ക് സെക്കൻഡ് ലാംഗ്വേജ് എടുത്ത് പഠിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു സംസ്കൃതം, പക്ഷെ നടന്നില്ല. അതായത് നമ്മുടെ സ്കൂളിൽ ടീച്ചർ വന്നിട്ട് ചോദിക്കുമല്ലോ സെക്കൻഡ് ലാംഗ്വേജ് ഏത് വേണമെന്നുള്ളത്. ഒരാവേശത്തിന് ഞാൻ സംസ്കൃതം പറഞ്ഞു. ആദ്യം തന്നെ സംസ്കൃതം ക്ലാസ്സിൽ പോയിരുന്നിട്ട് എന്തോ ഒപ്പിച്ച് കഴിഞ്ഞപ്പോൾ ആ സാറിനെ പറഞ്ഞു വിട്ട് ക്ലാസ്സിൽ നിന്ന്. പിന്നെ ഞാൻ മലയാളത്തിൽ ചെന്ന് പെട്ടു. മലയാളം ടീച്ചർ പാവമായതുകൊണ്ട് പിന്നെ അങ്ങോട്ട് മലയാളമായി. ഓക്കെ, അതെന്റെ കുഴപ്പമായിരുന്നില്ല. ഓക്കെ, അയ്യോ വേണ്ട സാർ, ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ മുമ്പ് പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ മോശം.
ഓക്കെ യെസ്. പക്ഷെ ആ സാർ റിട്ടയർ ആയി പോയി എൻ്റെ അവിടെ ഏയ് അത്രയൊന്നും അല്ല, അതൊക്കെ മേലെ. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആണ്. ഇനി അന്നത്തെ കാലത്ത് ഈ നിർമ്മിതികൾക്കൊക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു അവർ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. സാർ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ടൊന്ന് പോവാം. ഓക്കെ, അന്നത്തെ കാലത്തെ നിർമ്മിതികൾക്ക്, ഈ കൊത്തുപണികൾക്കും കല്ലും ഇഷ്ടികയും കൊണ്ടുള്ള നിർമ്മിതികൾക്കൊക്കെ എക്സാമ്പിൾ ആണ് ഇപ്പൊ ഈ കാണിച്ചേക്കുന്ന പിക്ചേഴ്സ്. ഈ ഒരു ക്ഷേത്രങ്ങളുടെയൊക്കെ പേര് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയേക്കണം കേട്ടോ, അറിഞ്ഞിരിക്കണം ഈ ക്ഷേത്രങ്ങളുടെ പേരും മറ്റു കാര്യങ്ങളും എല്ലാം. ബൈ ഹാർട്ടൊന്നും പഠിക്കണ്ട, ചിലപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഒരെണ്ണമൊക്കെ എഴുതാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങ് എഴുതാനായിട്ട് മാത്രം. ഓക്കെ സാർ, നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഓക്കെ, ഇതും ആ ഒരു കൊത്തുപണികൾക്കും ഇഷ്ടികകൾ കൊണ്ടൊക്കെ ഉള്ള നിർമ്മാണങ്ങൾക്കും എക്സാമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സാർ നമുക്ക് അടുത്തതിലോട്ട് പോകാം. Okay, natural colors were used to paint these pictures that have survived centuries and still remain graceful. അനേകം നൂറ്റാണ്ടുകളെ അതിജീവിച്ച് ഇന്നും ഭംഗിയായിട്ട് നിലനിൽക്കുന്ന ഈ ചിത്രങ്ങൾ ഏറെ തയ്യാറാക്കിയിട്ടുള്ളത് പ്രകൃതിദത്തമായിട്ടുള്ള വർണ്ണങ്ങൾ കൊണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അന്ന് പെയിന്റ് ചെയ്ത അതേ സാധനം അതേ ക്വാളിറ്റിയോടെ ഇന്ന് നിലനിൽക്കുന്നത്. നമ്മുടെ കേരളത്തിലെ റോഡുകളൊക്കെ ഒന്ന് ഓർത്തു നോക്കുക കേട്ടോ. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത റോഡുകൾ ചിലപ്പോൾ ഇന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടാകും. ബാക്കി അതിനുശേഷം ഈ അടുത്ത കാലത്ത് പണിത റോഡുകളുടെ ക്വാളിറ്റി വരെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക എന്താണ് ക്വാളിറ്റി എന്നുള്ളത്. വേണം എന്ന് വിചാരിച്ചിട്ട് നന്നായി പണിതിട്ടുണ്ടെങ്കിൽ അത് വർഷങ്ങളോളം നിൽക്കുന്നതും, ഊടായ്പ പണിതിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് നാളുകൾ കൊണ്ട് തീരുമാനമാകുന്നതും ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഓർക്കാം. ഓക്കെ, അപ്പോൾ അന്നത്തെ കാലത്തെ ക്ഷേത്ര നിർമ്മിതികളൊക്കെ ഇപ്പോൾ നിങ്ങൾ വല്ല ടൂറൊക്കെ പോകുന്ന സമയത്ത് ഇതേപോലെ വല്ല കേവ്സോ അല്ലെങ്കിൽ കൊത്തുപണികളോ ആ അത്തരം ക്ഷേത്രങ്ങളൊക്കെ കാണാനിടയായിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഇന്നുണ്ടായിരുന്ന ടെക്നോളജി സ്വപ്നം കാണാൻ പറ്റാത്ത സമയത്ത് അവരുണ്ടാക്കിയ സാധനങ്ങളാണ് എന്നൊക്കെ. ഓക്കെ, അപ്പൊ അന്നത്തെ ആളുകൾക്ക് ഇന്നുണ്ടായിരുന്ന ടെക്നോളജി ഉണ്ടായിരുന്നെങ്കിൽ അവർ ഏത് ലെവലിൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഓക്കെ, ഡ്രാമാസ്, പോയംസ്, ഗ്രാമർ ആൻഡ് ലെക്സിക്കൺ വേർ കമ്പോസ്ഡ് ഡ്യൂറിംഗ് ദ പീരീഡ് ഇൻ സാൻസ്ക്രിത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ സംസ്കൃത ഭാഷയ്ക്കായിരുന്നു കൂടുതൽ പ്രാധാന്യമുള്ളത്. ദ ഗിവൺ ടേബിൾ ഷോസ് സം ഓഫ് ദ മേജർ ടെക്സ്റ്റ് ഓഫ് ദ പീരീഡ്. അതായത് സംസ്കൃത ഭാഷയിൽ നാടകങ്ങൾ, കാവ്യങ്ങൾ, വ്യാകരണം, നിഘണ്ടു തുടങ്ങിയവ ഇക്കാലത്ത് രചിക്കപ്പെട്ടിരുന്നു, അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങളെ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, തൊട്ട് മുമ്പത്തെ ആ ഒരു ഇമേജിൽ കണ്ടിരുന്ന കാര്യങ്ങളെല്ലാം അത് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രകൃതിദത്ത നിറങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്, ഇന്നും ഭംഗിയായിട്ട് നിലനിൽക്കുന്നു. ഇനി ഒരുപാട് ഡ്രാമ, പോയംസ്, ഇനി നമ്മൾ ലിറ്ററേച്ചറിലോട്ടാണ് കിടക്കുന്നത്. ലെക്സിക്കൻ, അതായത് നിഘണ്ടു മുതലായ കാര്യങ്ങളെല്ലാം സംസ്കൃത ഭാഷയിൽ രചിക്കപ്പെട്ടിരുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ഒരു ടേബിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ടേബിൾ കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ആ ടേബിൾ കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ്ങിൽ നമുക്കത് കിട്ടും. എല്ലാം ചോദിക്കുന്നല്ല, ചിലപ്പോൾ ഒന്നോ രണ്ടോ എണ്ണോ ഒക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടും ഒക്കെ ആയിട്ട് മാറ്റി മറിച്ചോടെ ചോദിക്കാം. ഓക്കെ സാർ, നമുക്ക് ടേബിൾ ഒന്ന് കാണിച്ചു കൊടുക്കാം. നോക്കിയിരുന്നേക്ക. അവിജ്ഞാന ശാകുന്തളം, കാളിദാസ. ഓക്കെ, പിന്നെ രണ്ടാമത്തത് കുമാരസംഭവ, കാളിദാസ. ഓക്കെ, അടുത്തത് മൃച്ഛകടിക. അടുത്തത് സാർ ഇതിന്റെ അപ്പുറത്തെ മലയാളം ഒന്ന് കാണിക്കൂ. ഇതെല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയാണ് കേട്ടോ. ഓക്കെ, വാസവദത്ത ദാസൻ, പിന്നെ അതേപോലെ തൃക്കാണ്ടി, ഭർതൃഹരി, അതേപോലെ അമരകോശം, അമരസിംഹൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ കൃത്യമായിട്ട് ഒന്ന് നോക്കിയേക്കാം. സാർ ഇംഗ്ലീഷും കൂടെ ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം. നമ്മുടെ മെറ്റീരിയലിലും ടെക്സ്റ്റ് ബുക്കിലും ഈ ഒരു സംഭവം നിങ്ങളൊന്ന് ടിക്ക് ഇട്ട് വെച്ചേക്കാം കേട്ടോ. ഓക്കെ, ടിക്ക് ഇട്ട് വെച്ചേക്കാം. മിക്കവാറും ആദ്യത്തെ രണ്ടെണ്ണം പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൂടുതൽ സാധ്യതയുള്ളൂ. കാളിദാസന്റെ രണ്ടെണ്ണം. ഓക്കെ, കുമാരസംഭവ, അതേപോലെ അവിജ്ഞാന ശാകുന്തള, കാളിദാസ. ഈ രണ്ട് കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ആ രണ്ടെണ്ണമാണ് കൂടുതലും ചോദിക്കാൻ സാധ്യതയുള്ളത് പരീക്ഷയ്ക്ക്. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ ഒരു തമ്പ് കാണിച്ചേ. യെസ്. ഓക്കെ, അത് പേരുകൾ കുറച്ച് ടൈറ്റ് ആണെന്ന് വെച്ചിട്ട് പഠിക്കാതെ വിട്ട് കളഞ്ഞേക്കരുത്. മിനിമം ഒരു ഒന്നോ രണ്ടോ എണ്ണം അവിടെ നോക്കി വെച്ചേക്കണോട്ട് എന്തായാലും. ഓക്കെ സാർ, നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഓക്കെ, അടുത്തത്. ഓക്കെ, ഓൾദോ ദ സാൻസ്ക്രിറ്റ് ഡ്രാമ വേർ, അതായത് ഈ സാൻസ്ക്രിറ്റ് ഡ്രാമ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു എങ്കിലും, എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു ഭാഷ എന്നുള്ള ലെവലിലേക്ക് അത് വന്നെങ്കിലും, അന്നത്തെ സൊസൈറ്റിയിലും നിലനിന്നിരുന്ന ഒരു തെറ്റായ കാര്യമായിരുന്നു കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. മേൽജാതി കീഴ്ജാതി എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് ഓൾറെഡി പൊസിഷൻ താഴെയാണ് ഗുപ്ത കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു. പക്ഷേ മേൽജാതി കീഴ്ജാതി എന്നിങ്ങനെ ഒരു സിസ്റ്റം എന്ത് ചെയ്തു അന്നത്തെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു. വെൻ ദേ വേർ സ്റ്റാഗ്ഡ്,
ഓൺലി ദ സോ കോൾഡ് അപ്പർ കാസ്റ്റ് മെയിൽ ക്യാരക്ടേഴ്സ് സ്പോക്ക് ഇൻ സാൻസ്ക്രിറ്റ്. അതായത് സംസ്കൃത നാടകങ്ങൾ ലോകപ്രസിദ്ധമാണ്. അവ അവതരിപ്പിക്കുമ്പോൾ ഉന്നത പുരുഷ കഥാപാത്രങ്ങൾ മാത്രമായിരുന്നു സംസ്കൃത ഭാഷ സംസാരിച്ചിരുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം താഴ്ന്ന ജാതിക്കാർക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് പാടില്ലായിരുന്നു എന്നുള്ളത് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ അന്നത്തെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. വുമൺ ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡിങ് ക്യൂൻസ്, അതായത് അപ്പോൾ ഇവർ ഏത് ഭാഷയിൽ സംസാരിക്കും അതൊരു പ്രശ്നമാണ്. ഏത് ഭാഷയിൽ അവർ സംസാരിക്കും അതൊരു പ്രശ്നമാണ്. അത് എങ്ങനെ? അതായത് ഈ സ്ത്രീ കഥാപാത്രങ്ങൾ, അതേപോലെ എല്ലാ പുരുഷന്മാർക്കും സംസ്കൃത ഭാഷ ഉപയോഗിക്കാൻ പറ്റൂല. താഴ്ന്ന ജാതിയിലുള്ള പുരുഷന്മാരാണെങ്കിൽ ഈ സ്ത്രീകളും താഴ്ന്ന ജാതിയിലുള്ള പുരുഷന്മാരും പ്രാകൃത് ഭാഷയിൽ സംസാരിക്കണമായിരുന്നു. ഏത് ഭാഷയിൽ സംസാരിക്കണമായിരുന്നു? പ്രാകൃത് ഭാഷ പറയണമായിരുന്നു. ഓക്കെ, പ്രാകൃത് ഭാഷ, പാലി, പ്രാകൃത് എന്നുള്ളതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അതിൽ സംസാരിക്കണമായിരുന്നു. സോ 2 പോയിന്റാണ് ഈ സ്ലൈഡിൽ പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തത്, ഈ പറയുന്ന സംസ്കൃത നാടകങ്ങൾ ലോകപ്രസിദ്ധമാണ്. അതിൽ ഉയർന്ന ജാതിയിൽപ്പെട്ട പുരുഷ കഥാപാത്രങ്ങൾ മാത്രം ഏത് സംസാരിക്കും? സംസ്കൃത ഭാഷ സംസാരിക്കും. ബാക്കിയുള്ള സ്ത്രീ കഥാപാത്രങ്ങളായിക്കോട്ടെ, താഴ്ന്ന ജാതിയിൽപ്പെട്ട പുരുഷ കഥാപാത്രങ്ങളായിക്കോട്ടെ, അവർ പ്രാകൃത ഭാഷയിൽ സംസാരിക്കണമായിരുന്നു. ഓക്കെ, യെസ്, പ്രാകൃത ലാംഗ്വേജിൽ സംസാരിക്കണമായിരുന്നു. 2 പോയിന്റ് പറഞ്ഞു. ഈ 2 പോയിന്റ് തിരിച്ചു പറഞ്ഞു തരാൻ പറ്റും എന്നുള്ളവർക്ക് റൈസ് ഹാൻഡ് ചെയ്യാം. സിമ്പിൾ ആണ്. സംസ്കൃത നാടകങ്ങൾ ലോകപ്രസിദ്ധമാണ്. ഉയർന്ന ജാതിയിൽപ്പെട്ട പുരുഷ കഥാപാത്രങ്ങൾ മാത്രം എന്ത് ചെയ്യും? അവര് സംസ്കൃത ഭാഷ സംസാരിക്കും. താഴ്ന്ന ജാതിയിൽപ്പെട്ട പുരുഷന്മാര്, സ്ത്രീകള്, അവർ ഏത് ലാംഗ്വേജിൽ സംസാരിക്കണം? പ്രാകൃത ലാംഗ്വേജിൽ സംസാരിക്കണമായിരുന്നു. ഈ സംഭവം തിരിച്ചെനിക്ക് പറഞ്ഞു തരാൻ പറ്റും എന്നുള്ളവർക്ക് റൈസ് ഹാൻഡ് ചെയ്യാം. വേഗം സാർ, റൈസ് ഹാൻഡ് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? ഉണ്ടോ? കുറെ പേരുണ്ട്. അമ്പാനെ നല്ലൊരാളെ നോക്കി വിളിച്ചോ. കിട്ടിയ? അവൻ പോയി. ആരാ? ഫാത്തിമ നസ്രീൻ. ഫാത്തിമ നസ്രീൻ എന്തോ തിന്നുകൊണ്ടിരിക്കുകയാണോ? അല്ല. ഓക്കെ, യെസ്, ഞാൻ ആലോചിച്ചു ഇത്ര നേരത്തെ എന്താ തിന്നുന്നുള്ളത്. ഓക്കെ, പറഞ്ഞു. എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞത് സംസ്കൃത ഭാഷ നാടകങ്ങളെയൊക്കെ കുറിച്ചിട്ട്? നാടകങ്ങളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആരൊക്കെയാണ് പ്രാകൃത ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മോനെ? ലോവർ കാസ്റ്റിലുള്ള മെയിൽസും. ഓക്കെ മോനെ, വെരി ഗുഡ്, സൂപ്പർ. ഓക്കെ, യെസ് സാർ. ഇതാരാണ് അപ്പുറത്തിരിക്കുന്നത്? ആരാ? ശിവനന്ദ. ശിവനന്ദ, എന്താണ് ഇപ്പൊ അമ്മ കൊണ്ട് തന്നു പോയത്? ചാർജറാ? ശേ, തെറ്റിദ്ധരിച്ചു. എന്തോ കഴിക്കാൻ കൊണ്ട് തന്നാ വിചാരിച്ച്. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. പഠിച്ചോട്ടെ, വന്നിട്ടിരുന്നുണ്ട്. ചാർജ് ചെയ്ത് തന്നെ പഠിച്ചോ. ഓക്കെ സാർ, മ്യൂട്ട് ചെയ്തോ ഇതിനെ. സാർ, നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഓക്കെ, ദ 6th സിസ്റ്റം ഓഫ് ഫിലോസഫി അറിഞ്ഞിരിക്കണം കേട്ടോ. ഇതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചോ നമ്മുടെ മെറ്റീരിയലിലും. അതേപോലെ നമ്മുടെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ ആയിട്ട് ഈ സെക്ഷൻ തന്നിട്ടുണ്ടാവും. ദ 6th സിസ്റ്റം ഓഫ് ഫിലോസഫി വിച്ച് ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഫോർ ദ ഇന്ത്യൻ Indian philosophical thought, although were formulated during this period, they took shape through mutual debates. These philosophies and their proponents are, അതായത് ഇന്ത്യൻ തത്വചിന്തയ്ക്ക് അടിസ്ഥാനമിട്ട ചില ദർശനങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്നു. അത് ടോട്ടൽ ഒരു 7 എണ്ണമാണ് തോന്നുന്നത്. ഓക്കെ, എന്തായാലും ആ ദർശനങ്ങൾ നമുക്കൊന്ന് നോക്കി വെക്കാനുണ്ട്. എന്തായാലും ഓക്കെ, ആ ദർശനങ്ങൾ നമുക്കൊന്ന് നോക്കി വെക്കാനുണ്ട്. അതിന്റെ വാക്താക്കൾ ആരായിരുന്നു, ദാറ്റ് മീൻസ് അത് പ്രചരിപ്പിച്ചവർ ആരായിരുന്നു എന്നും ഒന്ന് നോക്കി വെക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സാർ നമുക്ക് ആ ഒരു ടേബിൾ ഒന്ന് നോക്കാം. ആ ടേബിളും നിങ്ങളൊന്ന് ടിക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, യെസ് സാർ, അത് ഫുള്ള് ബ്ലാക്ക് ആക്കി ഒന്ന് കാണിച്ചു കൊടുത്തോളൂ. യെസ്, ഒരു 2 പ്രാവശ്യം ഈ സംഭവം ഒന്ന് എഴുന്നേറ്റ് എന്നിട്ടൊന്ന് വായിച്ച എല്ലാവരും. ഒരു 2 പ്രാവശ്യം ഈ സംഭവം ഒന്ന് എഴുന്നേറ്റ് എന്നിട്ട് വായിച്ചോ. ഓക്കെ, സംഖ്യ, യോഗ, ന്യായ, വൈശേഷിക, വേദാന്ത, മീമാംസ. ഓക്കെ, അതിന്റെ വാക്താക്കൾ അപ്പുറത്ത് തന്നിട്ടുണ്ട്. എക്സ്പോണൻസ് ആയിരുന്നു സംഖ്യ കപിലൻ, യോഗ പതഞ്ജലി,
അതേപോലെ ന്യായ ഗൗതമൻ, അതേപോലെ വൈശേഷിക കണാദൻ, അതേപോലെ വേദാന്ത ബാദരായണ, അതേപോലെ മീമാംസ ജൈമിനി. ഒരു 2 പ്രാവശ്യം ഈ സെക്ഷൻ വായിച്ചു കഴിഞ്ഞവർക്ക് ഇരിക്കാം. മിനിമം ഒരു 2 പ്രാവശ്യം കേട്ടോ. ഓടിച്ച് വായിക്കരുത്, സ്ലോയിലേ വായിക്കാൻ പാടുള്ളൂ. സാറേ വായിച്ചു കഴിഞ്ഞവരായിരുന്നു? ഒരു സ്ലോയിൽ ഒരു 2 പ്രാവശ്യം വായിച്ചിട്ടിരുന്നാൽ മതി. ടേക്ക് യുവർ ടൈം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ സാറേ, സ്ലൈഡ് ഒന്ന് കട്ട് ചെയ്യാം. ഓക്കെ, പെട്ടെന്നൊരു ചോദ്യം ചോദിക്കും, അറിയാവുന്നവർ വേഗം റൈസ് ഹാൻഡ് ചെയ്യണം. ഇതേപോലെ ഈ ഒരു സെക്ഷനിൽ ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിൽ ആ ടെമ്പിൾസ് അതിൻ്റെ കാര്യങ്ങളും പിന്നെ അതേപോലെ സാൻസ്ക്രിറ്റ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞിരുന്നു. 2 ടേബിൾ പഠിക്കണമെന്ന് പറഞ്ഞിരുന്നു. അതിൽ ഞാൻ ആദ്യം കാണിച്ച ടേബിളിൽ ഉണ്ടായിരുന്ന ഒരു കണ്ടന്റ് ആണ് അവിജ്ഞാന ശാകുന്തളം. അത് ആരായിരുന്നു അത് എഴുതിയത്? അതിൻ്റെ ഓതർ ആരായിരുന്നു? അറിയാവുന്നൊരു വേഗം റൈസ് ഹാൻഡ് ചെയ്തേ. ആദ്യം റൈസ് ഹാൻഡ് ചെയ്യുന്ന ആള് ആരാണ് നോക്കിയിട്ട് വിളിക്കാം. യെസ്, കുഞ്ഞുണ്ണി സാർ ശ്രദ്ധിച്ചതൊക്കെ. ഓക്കെ യെസ് സാർ, നമുക്ക് ഒരാളെ വിളിച്ച് ചോദിക്കാം. എന്നാ 2 ആളെ വിളിച്ചോ. ആരൊക്കെ 2? ഞാൻ വിചാരിച്ചുള്ളൂ ഇവരെ തന്നെ വിളിക്കണം എന്നുള്ളത്. മരിയയും ഏബലും. ശരിക്കും എന്താണ്, വാട്ട് വാസ് ദ റീസൺ ഫോർ യുവർ ഹാപ്പിനെസ്? ചുമ്മാരസം. എപ്പോഴും എങ്ങനെയാണ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നത്? അതെ, പറ, എന്താണ് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കാൻ കാരണം? എന്താ എപ്പോഴും അവൻ ഇക്കിളി ഇടുന്നുണ്ട് അപ്പുറം ഇരുന്നിട്ട്? ഇല്ലേ? അവനാണെങ്കിൽ ഒരു നിഷ്കളങ്കൻ. അവന്റെ മുഖം നോക്കി കണ്ട, അറിയാൻ പാടില്ലാത്ത പറഞ്ഞ ചിലരുടെ മുഖം കണ്ടായിരുന്നൂടെ എക്സ്ട്രാ നിഷ്കൂസാണെന്നുള്ളത്. അതേപോലെ എക്സാമ്പിൾ ഒന്ന് കൈവക്കി കാണിച്ചേ. കുഞ്ഞുണ്ണി സാർ നിഷ്കളങ്കനാണ്. പക്ഷെ കുഞ്ഞുണ്ണി സാറിന് എനിക്ക് ഈയിടെയായിട്ട് ചില സംശയങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാലേ, കുഞ്ഞുണ്ണി സാർ ഈയിടെയായിട്ട് കൂടെ കൂടെ എയർപോർട്ട് യാത്ര നടത്താറുണ്ട്. അതെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. അത് കാരണം നമുക്കത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഞാനത് അന്വേഷിച്ചിട്ട് ഞാൻ പറയാം കേട്ടാ. കൂടെ കൂടെ എയർപോർട്ട് യാത്ര നടത്തുന്ന സംശയാസ്പദമാണ്. അതെ, അത് ഇനി സംശയാസ്പദമാണത്. ഓക്കെ, മരിയ പറഞ്ഞോ. അവിജ്ഞാന ശാകുന്തളം ആരാണ് എഴുതിയത്? ആകാശ് സാറാ? കാളിദാസ. അതേപോലെ കാളിദാസ എഴുതിയ വേറൊരു സാധനം ഉണ്ടായിരുന്നല്ലോ, ഐബൽ മോനെ ഒന്ന് പറഞ്ഞേ, ഏതായിരുന്നു? കുമാരസംഭവം. ആ ചെറുക്കന്റെ സൗണ്ട് ഒന്ന് കേട്ട് അവളെ അടിച്ചൊതുക്കി വെച്ചേക്കായിരുന്നു അവനെ, പാവം. ഓക്കെ സാർ, മ്യൂട്ട് ചെയ്തോ. ഓക്കെ, അപ്പോൾ ഈ ടേബിളും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. യെസ്, അടുത്തത് നമ്മൾ പോകാൻ പോകുന്നത് ഇതൊന്ന് ടിക്ക് ചെയ്ത് വെച്ചു. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാനുള്ളതിൽ മെയിൻ ടോപ്പിക്കായിട്ടുള്ള 3 എണ്ണം കഴിഞ്ഞു. ഈ 4ാമത്തെയും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഫോട്ടോ കാണിച്ചു തരാം. അല്ലേ സാർ, കാണിച്ചു കൊടുക്കാം അല്ലേ? ഓക്കെ, 4ാമത്തെ സയൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സയൻസ്. ഈ സയൻസിലാകെ കുറച്ച് കണ്ടന്റേ പഠിക്കാനുള്ളൂ. ശ്രദ്ധിച്ച് കേട്ടിരുന്നു, അന്നത്തെ കാലത്ത് ഒരുപാട് ശാസ്ത്ര പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കുറച്ച് പുസ്തകങ്ങളുടെ പേര് നമുക്ക് പഠിക്കാനുണ്ട്. അതിനോടൊപ്പം തന്നെ ആസ്ട്രോണമി, മാത്തമാറ്റിക്സ്, മെഡിക്കൽ സയൻസ് ഈ വിഭാഗത്തിൽ അത്യാവശ്യം ഡെവലപ്മെന്റ് ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു നമ്മുടെ ഗുപ്ത പീരീഡ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, മാത്തമാറ്റിക്സ് പിന്നെ അതേപോലെ മെഡിക്കൽ സയൻസ്, ആസ്ട്രോണമി ഈ വിഭാഗത്തിൽ അത്യാവശ്യം ഡെവലപ്മെന്റ് ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു ഈ ഗുപ്ത പീരീഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ സാറേ നമുക്ക് സ്ലൈഡ് ഇനി ഒന്ന് കാണിക്കാം സയൻസുമായി ബന്ധപ്പെട്ടത്. ഓക്കെ, വേഗം ഒന്ന് പഠിച്ചിരിക്കണം. ബുക്സ് ഓൺ സയൻസ് ഓൾസോ റിട്ടൺ ഡ്യൂറിംഗ് ദ ഗുപ്ത പീരീഡ്. ഗുപ്ത കാലഘട്ടത്തിൽ ശാസ്ത്ര ഗ്രന്ഥങ്ങളും രചിക്കപ്പെട്ടിരുന്നു. മോസ്റ്റ് ഓഫ് ദ വർക്ക്സ് വേർ ആസ്ട്രോണമി, മാത്തമാറ്റിക്സ്, മെഡിക്കൽ സയൻസ്. പഠിച്ചു വെക്കണം. 2ാമത്തെ പോയിന്റ് ഇമ്പോർട്ടന്റ്. അതായത് ആസ്ട്രോണമി, മെഡിക്കൽ സയൻസ്, മാത്തമാറ്റിക്സ് ഈ വിഭാഗത്തിലാണ് കൂടുതലും വർക്ക്സ്, അതായത് പുസ്തകങ്ങൾ അവിടെ എഴുതപ്പെട്ടിരുന്നത്. ഈ മേഖലകളിലായിരുന്നു വികസനങ്ങൾ ഉണ്ടായിരുന്നത്. ഇനി ഇതിന് എക്സാമ്പിൾ ആണ്, നോട്ടബിൾ വർക്ക്സ് ആണ്. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് പ്രധാനപ്പെട്ടത് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അതാണ് ബൃഹത്സ്മിത ഓഫ് വരാഹമിഹിര, വരാഹമിഹിരന്റെ ബൃഹത് സംഹിതയും, അതേപോലെ ആര്യഭടന്റെ ആര്യഭടീയവും അതും, അതേപോലെ
അമരസിംഹന്റെ അമരകോശവും ഈ ഒരു കാലഘട്ടത്തെ പ്രധാന പുസ്തകങ്ങളാണ്, അറിഞ്ഞിരിക്കുക. സോ വേഗം ആ ലാസ്റ്റ് പറഞ്ഞ 2 പോയിന്റ് ഒന്ന് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞവരൊന്ന് റീസാൻഡ് ചെയ്യണം. അപ്പോൾ സയൻസിൽ എന്തൊക്കെ കണ്ടന്റ് പഠിക്കാനുണ്ട്? ഒന്ന്, മോസ്റ്റ് ഓഫ് ദ വർക്ക് പ്രധാന മേഖലകൾ ഏതൊക്കെയായിരുന്നു? ആസ്ട്രോണമി, മാത്തമാറ്റിക്സ്, മെഡിക്കൽ സയൻസ്. ഇനി അതേപോലെ അന്നത്തെ നോട്ടബിൾ വർക്ക്സ് ആയിരുന്നു ഒരു 3 എണ്ണം. ബൃഹത് സ്മിത ഓഫ് വരാഹമിഹിര, ബൃഹത് സംഹിത കേട്ടോ ഓഫ് വരാഹമിഹിര, ആര്യവട ആര്യവടിയും, വരാഹമിഹിരന്റെ അമരസിംഹന്റെ അമരകോശം. അപ്പൊ ലാസ്റ്റ് 2 എണ്ണം എളുപ്പമാണ്. അമരകോശ, അമരസിംഹ, ആര്യപട ആര്യവടീയം, വരാഹമിഹിരൻ, ബൃഹത് സംഹിത. ഒരു പ്രാവശ്യം കൂടെ, ആര്യപട ആര്യവടീയം, അമരകോശ അമരസിംഹം, അതേപോലെ ബൃഹത് സംഹിത, വരാഹമിഹിര. ഇനി ആ സമയത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട മേഖലകൾ ഏതൊക്കെയായിരുന്നു? ആസ്ട്രോണമി, മാത്തമാറ്റിക്സ്, മെഡിക്കൽ സയൻസ്. ഗുപ്ത കാലഘട്ടങ്ങളിൽ ശാസ്ത്ര പുസ്തകങ്ങളും രചിക്കപ്പെട്ടിരുന്നു. ഇത്രയേ ഉള്ളൂ പഠിക്കാനായിട്ട്. പഠിച്ചു കഴിഞ്ഞവർ വേഗം ഒന്ന് റീസെൻഡ് ചെയ്തോ, എനർജറ്റിക് ആയിട്ട് പറഞ്ഞു. കുഞ്ഞൻ സാർ പഠിച്ചു കഴിഞ്ഞല്ലേ? ആര്യവടീയം ആരുടെയായിരുന്നു? എന്താ ദേഷ്യമുള്ള പോലെ? യെസ് സാറേ, കുറച്ച് പേര് റീസാൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരാളെ വിളിക്കാലോ? ആരാ വിളിക്കും? ആര്യ. കറക്റ്റ്. ആര്യ ഒന്ന് പറഞ്ഞേ, അന്നത്തെ നോട്ടബിൾ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലകൾ ഏതൊക്കെയായിരുന്നു? പ്രധാന മേഖലകൾ ഏതൊക്കെയായിരുന്നു? പിന്നെ ഒരു 3 നോട്ടബിൾ വർക്ക്സ് പുസ്തകങ്ങളുടെ പേര് പറഞ്ഞല്ലോ, ഏതൊക്കെയാ? അതിലൊന്നും ചിരിക്കണത് കുഴപ്പമില്ല, ചിരിച്ചോ കേട്ടോ. പക്ഷെ ആ മരിയ ചിരിക്കുന്ന പോലെ ചിരിക്കരുത്. യെസ്, മ്യൂട്ട് ചെയ്തോ സാർ. ഈ സാധനം എനിക്ക് കിട്ടി, സംശയമൊന്നും ഇല്ല എന്നുള്ളവർ സെലിബ്രേഷൻ ഒന്ന് കാണിച്ചേ. സെറ്റ്. ഓക്കെ, സെറ്റാണ്. ഓക്കെ സാർ, സ്ലൈഡ് ഒന്ന് കട്ട് ചെയ്തോ. സയൻസ് എന്ന് എഴുതി വെച്ച ടോപ്പിക്കും കൂടെ അങ്ങ് ടിക്ക് ചെയ്ത് വെച്ചോ. സയൻസ് എന്ന് പറയുന്ന ടോപ്പിക്കും കൂടെ അങ്ങ് ടിക്ക് ചെയ്ത് വെച്ചേക്കാം. ഇനി കഴിയാറായി. ഇനി 2 ടോപ്പിക്കും കൂടി ഉള്ളൂ. അത് അത്യാവശ്യം കുറച്ച് വലിപ്പമുണ്ട്, എന്നാലും സിമ്പിളാണ്. ഓക്കെ, ഇനി ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ക്ലാസ് അവസാനിക്കാറായി കഴിഞ്ഞപ്പോഴേ നമ്മുടെ ഓണം സെലിബ്രേഷൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് കാണിച്ചു തരാൻ പറ്റിയില്ല. നമുക്ക് ആ ഒരു ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ സാർ? ഇപ്പോൾ ഞാനും കുഞ്ഞുണ്ണി സാറും കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ക്ലാസ്സിലെ പിള്ളേർക്ക് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിൻ്റെ അതിൻ്റെ ബാക്കിൽ ഞങ്ങൾ അറിയാതെ വേറൊരു സിംഹം വന്ന് നിന്നിരുന്നു. സാറേ, നമുക്ക് ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുക്കാം. എവിടെ? വാവ്, ബാക്കിലുള്ള സിംഹത്തിനെ മനസ്സിലായവർ ഒന്ന് കമന്റ് ചെയ്യൂ. യെസ്, ഗ്ലാസ്. അതെ, മാവേലി കൂളിംഗ് ഗ്ലാസ് വെക്കൂ. വെച്ചിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? ഫ്രണ്ടിൽ നിൽക്കുന്നതാ. മനസ്സിലായില്ലേ? അയ്യോ, അത് വേണ്ട. ഒരു കളത്തി മാത്രം നിന്നൊക്കെ പഠിച്ചല്ലേ, വേണ്ട ഓർമ്മിപ്പിക്കല്ലേ. ഓക്കെ. അയ്യോ, കുഞ്ഞുണ്ണി സാറിന്റെ വടംവലിയുടെ വീഡിയോ കാണിച്ചു തരാന്ന് പറഞ്ഞിരുന്നല്ലേ? ഉണ്ട്, എല്ലാവരും എൻ്റെ കയ്യിൽ ഭദ്രമാണ്. ഓക്കെ, യെസ് സാറേ. ഇനി നമുക്ക് ആദ്യം കാണിച്ചിരുന്ന ഒരു മാപ്പിന്റെ ഫോട്ടോ ഇല്ലേ, അതൊന്നുകൂടെ കാണിക്കണം. അത് ശരി, ഒരു അവസരം കിട്ടിയൊക്കെ കളഞ്ഞോളൂ. അതായത് ഇപ്പോൾ ഗുപ്തന്മാർ ഇന്ത്യയുടെ മുകളിലാണ് നിൽക്കുന്നത്, അതായത് നോർത്ത് പാർട്ടിലാണ് നിൽക്കുന്നത്. ഇനി അവിടെ നിന്ന് ദക്ഷിണേന്ത്യയിലേക്ക് എന്നാണ് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. ദക്ഷിണേന്ത്യയിലേക്ക്. ഓക്കെ, അപ്പോൾ ഏറ്റവും മുകളിൽ ഗുപ്തന്മാർ എവിടെയാണുള്ളതെന്ന് അറിയാലോ? ദക്ഷിണേന്ത്യ, അതായത് ഈ താഴത്തുള്ള ഭാഗമാണ് ഉദ്ദേശിക്കുന്നത്, ഇവിടെയുള്ള ഭാഗം. അപ്പോൾ ഇവിടെ ഭരിക്കുന്നത് ആരാ? ചേര, ചോള, പാണ്ഡ്യ. ആ വിഭാഗങ്ങളാണ് അവിടെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ സാറേ, സ്ലൈഡ് കട്ട് ചെയ്യാം. ഇവിടെ എന്താ സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഥ മനസ്സിലാക്കിയിരിക്കുക. ഈ ഒരു കഥ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ സാധനം പഠിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ബ്രെയിനൊക്കെ ഒന്ന് ഷാർപ്പാക്കി വെച്ചോ. സിമ്പിൾ ടോപ്പിക്കാണ്, ഇത്രയേ ഉള്ളൂ. ഈ 6-ാം നൂറ്റാണ്ടോടെ ഈ മുകളിലുണ്ടായിരുന്ന ഗുപ്തന്മാർ, അവിടെ ഉണ്ടായിരുന്ന ഹൈ ക്ലാസ് ടീം ഏതായിരുന്നു? ബ്രാഹ്മിൻസ് ആയിരുന്നു. എപ്പോഴും ഉയർന്ന പദവി ഉണ്ടായിരുന്ന ആരായിരുന്നു? ബ്രാഹ്മിൻസ് ആയിരുന്നു. അവർ ദക്ഷിണേന്ത്യയിലേക്ക് വരാനായിട്ട് തുടങ്ങി.
ദക്ഷിണേന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഭരണാധികാരികളായിരുന്നു, അല്ലെങ്കിൽ രാജവംശങ്ങളായിരുന്നു. അവർ അറിയപ്പെടുന്നത് പി എന്നാണ്. എന്താണ്? പി. അതായത് പല്ലവ, പാണ്ഡ്യ രാജവംശങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരിങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ ബ്രാഹ്മിൻസിന് ഭൂമി ദാനം ചെയ്യാനായിട്ട് തുടങ്ങി. പതിയെ അവിടെ കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സാധനം വരുന്നു. ഈ ബ്രാഹ്മിൻസിന് ഭൂമിദാനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ കാർഷിക മേഖലയിൽ ഉണ്ടായിരുന്ന അവരുടെ നല്ല അറിവുകൾ അവർ ഈ മേഖലയിലോട്ട് അങ്ങ് പ്രയോഗിക്കാൻ തുടങ്ങി. പതിയെ ആ ഒരു സ്ഥലത്ത് കാർഷിക പുരോഗതി ഉണ്ടാവാനായിട്ട് തുടങ്ങി. പക്ഷെ അവിടെയും ഈ മേൽജാതി കീഴ്ജാതി എന്നുള്ളൊരു പ്രശ്നം വരുന്നു പിന്നീട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സൗത്ത് ഇന്ത്യ എന്നൊരു സെക്ഷനിൽ പഠിക്കാനുള്ളത്. ഒരു പ്രാവശ്യം കൂടെ ഞാൻ ആ ഒരു ഇൻട്രോ ഒന്ന് പറഞ്ഞു തരാം, ഒരു ഔട്ട്ലൈൻ ഒന്ന് പറഞ്ഞു തരാം, ശേഷം നമുക്ക് അതിലോട്ട് പോവാം. സൗത്ത് ഇന്ത്യയിലോട്ട് 6-ാം നൂറ്റാണ്ടോടെ എന്ത് ചെയ്യുന്നു? ഈ ഭൂമിദാന സമ്പ്രദായം അവിടെ ആരംഭിക്കുന്നു. ഭൂമിദാനം കൊടുക്കുന്നത് ആർക്കായിരിക്കും കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ടാവുക? ബ്രാഹ്മിൻസിനായിരിക്കുള്ളൂ കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ടാവുന്നത്. സോ അവർക്ക് കൂടുതലായിട്ട് ഭൂമി കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? ഈ കാർഷിക മേഖലയിൽ ഉണ്ടായിരുന്ന അവരുടെ അറിവ് ഈ ഒരു മേഖലയിലേക്ക് അങ്ങ് പ്രയോഗിക്കാൻ തുടങ്ങി. പതിയെ ഈ കാർഷിക മേഖലയിൽ ഒരുപാട് പുരോഗതി അവർക്ക് കൈവരിക്കാനായിട്ട് അതുകൊണ്ട് സാധിച്ചു. രാജാക്കന്മാരും അന്നുണ്ടായിരുന്ന പ്രഭുക്കന്മാരും ഒക്കെ എന്ത് ചെയ്തു? ഈ കൃഷി പ്രോത്സാഹിപ്പിച്ച രാജ്യത്തിന് വികസനം ഉണ്ടാകും എന്ന് കണ്ടുകൊണ്ട് അവർ കൂടുതലായിട്ട് ഈ ജലസേചന മാർഗങ്ങൾ പോലെയുള്ള ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള മെഷേഴ്സ് അവർ അവിടെ സ്വീകരിക്കുന്നു. ഇത്രയാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. പറഞ്ഞിടത്തോളം, ഞാൻ ഈ സ്ലൈഡ് കാണിച്ചിട്ടില്ല, പക്ഷേ ഞാൻ പറഞ്ഞിടത്തോളം കണ്ടന്റ് ക്ലിയർ ആണെന്നുള്ളവരൊന്ന് തലയാട്ടി. ഞാൻ പറഞ്ഞിടത്തോളം സംഗതി ക്ലിയർ ആണെന്നുള്ളവരൊന്ന് തലയാട്ടി. യെസ്, സാറിന് ക്ലിയർ അല്ലേ? അതെ സാറേ. അപ്പം നമുക്ക് സ്ലൈഡ് കാണിച്ചു കൊടുക്കാം. സ്ലൈഡ് ഒന്ന് കട്ട് ചെയ്യാം. ഞാൻ ഈ പി എന്ന് എഴുതി വെച്ചിരുന്നു. അവിടെ ഉണ്ടായിരുന്ന 2 രാജവംശങ്ങളാ. ശ്രദ്ധിച്ച ഒരാൾ റൈസ് ഹാൻഡ് ചെയ്തിട്ട് ആ പിയുടെ ഫുൾ ഫോം എന്താണെന്നൊന്ന് പറഞ്ഞേ. ഇത്രയും പേർക്കറിയോ? എന്നാ റൈസ് ഹാൻഡ് ചെയ്യാത്ത ഒരാളെ വേഗം വിളിച്ചോ. വേഗം വേഗം വേഗം. ഓടിപ്പോയാ? ഇതാരാ? ഇവരെ കിട്ടി. ഇവനെയാണ് ഞാൻ വിളിക്കാൻ വെച്ചിരുന്നത്. അൽ ഫയാദെ പറഞ്ഞേ. പി എന്ന് പറഞ്ഞ എന്താ? സത്യം പറ. വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ നിനക്ക് ഉത്തരം പറഞ്ഞു തരണം. സാർ അവനെ വിളിക്കണ്ട സാർ. അതെ, നീ ഒരു ഹെഡ്ഫോണൊക്കെ വെച്ചിട്ട് കേക്കട്ടാ. അവൻ ഇതേ സാഹചര്യത്തിൽ നിന്ന് പഠിച്ചുയർന്ന് വലിയ നിലയിലെത്തുവാൻ. ഇതാരാണ്? ആരാണ് വായും വിളിച്ചിരിക്കുന്നത്? സാറാ. ഞെട്ടി. പറഞ്ഞോ, എന്താണ് ആ പി? പള്ളിപ്പെരുന്നാളിനൊക്കെ കിട്ടുന്ന ഇത്തവണ മേടിച്ചു തന്നതി പള്ളിപ്പെരുന്നാളിന്. പി മേടിച്ചു തന്നില്ലേ? കഷ്ടമായി പോയി. ഞാനിവിടെ എന്താണ് പറഞ്ഞോണ്ടിരുന്നറിയോ? എന്നാ പറ, എന്താണ് പി എഴുതി വെക്കാൻ കാരണം? അത് ശരി സാർ, അതിലൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടാ. എനിക്ക് ഈ മുഖം കണ്ടിട്ടൊന്നും പറയാൻ തോന്നണില്ല. അടുത്ത ഒരാളെ വിളിച്ചേ. ഇത് അറിയാവുന്ന ഒരാൾ റൈസ് ഹാൻഡ് ചെയ്തേ. അവിടെ ഉണ്ടായിരുന്ന 2 രാജവംശങ്ങളാണ്. അനുഗ്രഹ പറഞ്ഞേ, ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഏതൊക്കെയായിരുന്നു? പല്ലവ, പാണ്ഡ്യ. ഓക്കെ സാർ, ഒരു ക്ലാപ്പ് കൊടുത്തേ. കുറെ പേര് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. അതിൽ ശ്രദ്ധ കുറച്ച് കുറവുള്ള 1-2 പേരാണ് ഞാൻ അവിടെ നോക്കിയത്. ഓക്കെ സാർ, നമുക്ക് സ്ലൈഡ് കാണിക്കാം, സമയം കളയണ്ട. നോക്കാം. The practice of land grant spread to South India by the 6th century. CE 6-ാം നൂറ്റാണ്ടോടെയാണ് ഭൂമിദാനം ദക്ഷിണേന്ത്യയിലേക്ക് വ്യാപിച്ചത്. എല്ലാവരും എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു പോകാൻ നോക്കണം കേട്ടോ. This was due to the migration of Brahmins from the North India to South India. ഇതിന് കാരണം ഉത്തരേന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യയിലേക്കുള്ള ബ്രാഹ്മണരുടെ കുടിയേറ്റമാണ്. അവന്മാര് മോളിൽ നിന്ന് താഴത്തേക്ക് വരാൻ തുടങ്ങി. നെക്സ്റ്റ്, ദ പല്ലവ ആൻഡ് പാണ്ഡ്യ വേർ ദ
ഇമ്പോർട്ടൻറ്റ് ഡൈനാസ്റ്റീസ് ഓഫ് സൗത്ത് ഇന്ത്യ ഡ്യൂറിങ് ദ പീരീഡ്. അതായത് പല്ലവരും പാണ്ഡ്യന്മാരുമായിരുന്നു ഇക്കാലത്ത് ദക്ഷിണേന്ത്യയിലെ പ്രധാന രാജവംശങ്ങൾ എന്ന് പറയുന്നത്. ലാസ്റ്റ് പോയിന്റ്, ദേ ഗ്രാൻഡഡ് ലാൻഡ് ടു ബ്രാഹ്മിൻസ് ആൻഡ് ടെമ്പിൾസ്. അവർ ബ്രാഹ്മണർക്ക് ക്ഷേത്രങ്ങൾക്കും അതേപോലെ ഭൂമിദാനം ചെയ്തു. ബ്രാഹ്മണർക്കും അതേപോലെ ക്ഷേത്രങ്ങൾക്കും എന്ത് ചെയ്തു? ഭൂമിദാനം ചെയ്യാനായിട്ട് അവിടെ തുടങ്ങി. സാർ നമുക്ക് അടുത്തതിലോട്ട് പോകാം. ആസ് എ റിസൾട്ട്, ഇതിന്റെ ഫലമായിട്ട് ബ്രാഹ്മിൻസ് അറ്റൈൻഡ് ഹൈ സ്റ്റാറ്റസ് ഇൻ ദ സൗത്ത് ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് ഇക്കോണമി. ഒരുപാട് ഭൂമിയൊക്കെ കൈവശം കിട്ടിക്കഴിഞ്ഞപ്പോൾ ദക്ഷിണേന്ത്യയിലെ സമൂഹത്തിൽ, സമ്പദ് വ്യവസ്ഥയിൽ ബ്രാഹ്മണര് വളരെ ഉയർന്ന പൊസിഷനിലുള്ള ആളുകളായിട്ട് മാറി. ഗ്രാൻഡിങ് ദ ലാൻഡ് ടു ബ്രാഹ്മിൻ ലെഡ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ഇൻ ദിസ് ഏരിയ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രാഹ്മണർക്ക് ഭൂമി ദാനം ചെയ്ത് കിട്ടിയ ഈ പ്രദേശങ്ങളിൽ കൃഷി വികസിക്കുന്നതിന് കാരണമായി. കാരണം എന്താ? ബ്രാഹ്മണർക്ക് കൃഷിയുടെ സാങ്കേതിക വിദ്യയെക്കുറിച്ചിട്ടും കാലാവസ്ഥയെക്കുറിച്ചും അറിവുണ്ടായിരുന്നു. അത് ഇതിലോട്ട് അങ്ങ് പ്രയോഗിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ കൃഷിയുടെ വ്യാപനത്തിന് അഥവാ വികസനത്തിന്, ഡെവലപ്മെന്റിനൊക്കെ കാരണം ആയത്. അറിഞ്ഞിരിക്കുക. ഓക്കെ, യെസ്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് തലയാട്ടി എല്ലാവരും. ഇപ്പം ഈ പറഞ്ഞ രണ്ട് ഭാഗങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഒന്ന് തലയാട്ടി. യെസ്. ഓക്കെ സാർ, നമുക്ക് അടുത്തിലോട്ടൊന്ന് പോകാം. ഓക്കെ, കിങ്സ് ആൻഡ് ലോക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡീസ് എൻകറേജ്ഡ് അഗ്രികൾച്ചർ ബൈ ബിൽഡിംഗ് റിസർവോയേഴ്സ് ആൻഡ് മെയിൻറ്റെയിനിങ് ഇറിഗേഷൻ ഫെസിലിറ്റി. നേരത്തെ പറഞ്ഞതുപോലെ രാജാക്കന്മാരും ഗ്രാമഭരണകൂടങ്ങളും ജലസംഭരണികൾ നിർമ്മിച്ചും ജലസേചന സംവിധാനം ഒരുക്കിയും കൃഷിയെ അവർ പരമാവധി പ്രോത്സാഹിപ്പിച്ചു. There was agricultural progress in Pallava kingdom due to the activities of temple controlled by the Brahmins. ഈ ബ്രാഹ്മണരുടെ നിയന്ത്രണത്തിലായിരുന്ന ക്ഷേത്രങ്ങൾ, അതിൻ്റെ ഇടപെടലിന്റെ ഫലമായിട്ട് പല്ലവ രാജ്യത്ത് കാർഷിക പുരോഗതി ഉണ്ടായി. കാര്യം എന്താ? കൂടുതലും അവിടെ ബ്രാഹ്മിൻസ് ആണുള്ളത്. അവരുടെ ഇടപെടൽ കൊണ്ടാണ് എന്ത് ചെയ്തത്? ഈ കാർഷിക പുരോഗതി അവിടെ ഉണ്ടായത് എന്നറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് പോയിന്റ്, നാഗത്താഴ്സ് വെർ ട്രേഡേഴ്സ്. ആ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു വെച്ചോ. നാഗത്താഴ്സ് വെർ ട്രേഡേഴ്സ്, അതായത് നഗരത്താർ എന്ന് പറയുന്നത് എന്താണ്? നഗരത്താർമാർ എന്ന് പറയുന്നത് വ്യാപാരികളായിരുന്നു. എന്തായിരുന്നു അവർ കച്ചവടം ചെയ്തിരുന്നത്? നഗരത്താഴ്സ് എന്ന് പറയുന്ന ഒരു ട്രേഡേഴ്സ് ആയിരുന്നു, കച്ചവടം ചെയ്തിരുന്ന വസ്തുക്കളായിരുന്നു. അണ്ടർലൈൻ ചെയ്യണം. പെപ്പർ, സാൻഡൽ, ഗോൾഡ്, പേൾസ്, അതായത് ഈ പറയുന്ന മുത്തുകളൊക്കെയാണ് അവർ കച്ചവടം ചെയ്തിരുന്നത്. ചീഫ് ഐറ്റംസ് ഓഫ് എക്സ്പോർട്ട് ഫ്രം ദ പാണ്ഡ്യ കിങ്ഡം. അതായത് നഗരത്താർമാർ എന്ന് പറയുന്നത് വ്യാപാരികളായിരുന്നു. കുരുമുളക്, ചന്ദനം, സ്വർണം, മുത്ത് എന്നിവ പാണ്ഡ്യന്മാരുടെ പ്രധാന കയറ്റുമതി ഇനങ്ങളായിരുന്നു. ഓക്കെ, സോ ഇവർ ട്രേഡേഴ്സ് ആയിരുന്നു. എന്താണ് ട്രേഡ് ചെയ്തിരുന്നത്? എന്തായിരുന്നു എക്സ്പോർട്ട് ചെയ്തിരുന്നത്? എങ്ങോട്ടായിരുന്നു? ഇതും കൂടെ അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ചുരുക്കി പറഞ്ഞാൽ ആ പോയിന്റ് ഫുള്ളായിട്ട് നമുക്ക് ആവശ്യമുള്ളതാണ്. അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ, എല്ലാ കാര്യങ്ങളും. ഓക്കെ സാർ, നമുക്ക് അടുത്തിലോട്ട് പോവാം. ഓക്കെ സാർ, ഇതൊന്ന് ബ്ലാക്ക് ആക്കി കാണിച്ചു കൊടുത്തു ഈ ഒരു ഭാഗം. വേണ്ട, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം, വായിക്കാം. ഓക്കെ, എല്ലാവരും ഈ സ്ലൈഡിൽ കാണുന്ന പോയിന്റ് ഒന്ന് നോക്കി. സാറേ ഒന്ന് ബ്ലാക്ക് ആക്കിക്കോ, ഒന്ന് വായിക്കുന്നവരെ. Okay. The Pandyas trade with Roman, Greek, Chinese and Arab merchants through the port Korkal, Kayal, Pattanam and Periyapattanam. Korkai, Kayal, Pattanam, Periyapattanam മുതലായ തുറമുഖങ്ങൾ വഴി റോമൻ, ഗ്രീക്ക്, ചൈനീസ്, അറബി വ്യാപാരികളുമായിട്ട് പാണ്ഡ്യർ എന്ത് ചെയ്തിരുന്നു? കച്ചവടം നടത്തി പോന്നിരുന്നു. ഇതെല്ലാം നയിച്ചത് എന്തിൽ നിന്നാണ്? ഈ ഭൂമിദാനം എന്നൊരു സിസ്റ്റം ഇപ്പുറത്തോട്ട് വന്നതിന് ശേഷമാണ്. എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ, ഗ്രോത്ത് ഓഫ് ട്രേഡ് ആൻഡ് വെറൈറ്റി ഓഫ് ക്രാഫ്റ്റ് ബിക്കം ദ സോഴ്സ് ഓഫ് റവന്യൂ ഓഫ് പല്ലവ ആൻഡ് പാണ്ഡ്യ കിങ്ഡം. അതായത് ഈ കൃഷി ഒരുപാട് വികസിച്ചു, വ്യാപാര വളർച്ചയും ഉണ്ടായി, അതേപോലെ വ്യത്യസ്ത തൊഴിലുകളും പല്ലവ പാണ്ഡ്യ രാജ്യങ്ങൾക്ക് എന്ത് ചെയ്തു? വലിയ നികുതി വരുമാനമായിട്ട് മാറി. അവരുടെ പ്രധാന വരുമാന മാർഗം വേറൊന്നായിരുന്നു. ലാൻഡ് ടാക്സ് വാസ് ദ ചീഫ് സോഴ്സ് ഓഫ് ഇൻകം. അണ്ടർലൈൻ ചെയ്ത് വെക്കുക, ഈ പല്ലവ പാണ്ഡ്യ ദേശത്ത് ഏറ്റവും പ്രധാന വരുമാന മാർഗം ഏതായിരുന്നു? ഭൂനികുതിയായിരുന്നു, ലാൻഡ് ടാക്സ് ആയിരുന്നു. ഇത് ഏകദേശം വിളവിന്റെ 1/10
1/6 വരെ ആകാം ആയിരുന്നു. അറിഞ്ഞിരിക്കുക, ഭൂനികുതിയായിരുന്നു പ്രധാന വരുമാന മാർഗം. ഇത് വിളവിന്റെ 1/10 അതേപോലെ 1/6 വരെ ആകാമായിരുന്നു, അതല്ലെങ്കിൽ നൽകണമായിരുന്നു. അറിഞ്ഞിരിക്കണം. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ ഒരു തമ്പ് കാണിച്ച ഈ പോയിന്റ്. ഇതെല്ലാം നയിച്ചത് ഭൂമിദാനം അഥവാ ലാൻഡ് ഗ്രാൻഡ് എന്നൊരു സിസ്റ്റം ദക്ഷിണേന്ത്യയിലേക്ക് വന്നതിന് ശേഷമാണ്. പല്ലവ, പാണ്ഡ്യ, ബ്രാഹ്മിൻസ് ദാനം കൊടുക്കുന്നു, ടെമ്പിൾസിന് അവരെന്ത് ചെയ്യുന്നു, ഭൂമി ദാനം കൊടുക്കുന്നു. ഈ സാധനം കയ്യിലോട്ട് കിട്ടിയ ശേഷം അവർ കൃഷി രംഗത്തുള്ള അറിവ് ഇതിൽ അപ്ലൈ ചെയ്യുന്നു. ഒരുപാട് മെച്ചം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇത് പതുക്കെ എക്സ്പോർട്ടിലേക്ക് മാറുന്നു. ലാസ്റ്റ് ഈ എക്സ്പോർട്ട് ചെയ്യുന്നതിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നു, പല്ലവ പാണ്ഡ്യ ദേശത്തേക്ക് വരുമാനം എത്തുന്നു. ഈ എത്തിയതെല്ലാം എന്ത് കാരണങ്ങൾ കൊണ്ടാണ്? ഈ ലാൻഡ് ഗ്രാൻഡ് അഥവാ ഭൂമിദാനം എന്ന് പറയുന്ന ഒരു സിസ്റ്റം അവിടെ ഇൻട്രൊഡ്യൂസ് ആയതുകൊണ്ടാണ്. അറിഞ്ഞിരിക്കുക. സാർ അടുത്ത സ്ലൈഡ് കാണിക്കുക. 2 പോയിന്റ് കൂടി ഉണ്ടാവും അതിൽ. Those engaged in different craft had to pay taxes. വ്യത്യസ്ത തൊഴിലുകൾ ചെയ്തിരുന്നവർ നികുതി അടയ്ക്കണമായിരുന്നു. ലാസ്റ്റ് പോയിന്റ്, അറ്റ് ദ സെയിം ടൈം ദ ബ്രഹ്മദേയ land granted to temples and agrahara were exempted from the land tax. ക്ഷേത്രത്തിന് ദാനം ചെയ്യപ്പെട്ട ബ്രഹ്മദേയം, ബ്രാഹ്മണർ താമസമാക്കിയ അഗ്രഹാരം എന്നിവയ്ക്ക് ഭൂനികുതി അവിടെ ഒഴിവാക്കി കൊടുത്തിരുന്നു, അല്ലെങ്കിൽ ഒഴിവാക്കിയിരുന്നു എന്നറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി ഇപ്പൊ നിങ്ങൾക്ക് കേട്ടിട്ടുള്ള ടേം ആയിരിക്കും അഗ്രഹാരം എന്നുള്ളൊരു ടേം. കേട്ടിട്ടുള്ളവർ ഡാറ്റ കാണിച്ച് അഗ്രഹാരം, ബ്രഹ്മദേയം എന്നുള്ളതൊക്കെ. ബ്രഹ്മദേയം കേട്ടിട്ടുണ്ടാവില്ല, അഗ്രഹാരം കേട്ടിട്ടുള്ളവർ നമ്മൾ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ബ്രാഹ്മണന്മാർ കൂട്ടത്തോടെ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് എന്താണ്? ഇല്ലം വേറെയാണ് സാറേ, അത് നമ്പൂതിരി അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഇല്ലെന്നൊക്കെ പറയാം. ബ്രാഹ്മണരെ കേട്ടിട്ടുണ്ടോ? കുഞ്ഞുണ്ണി സാറിന്റെ ഇല്ലേതാണ് മേമന ഇല്ലത്തെ കുഞ്ഞുണ്ണി നമ്പൂതിരി. ഓക്കെ സാർ, നമുക്ക് അടുത്തിലോട്ട് പോവാം. ബ്രഹ്മസ്വം അഥവാ ബ്രഹ്മദേയം, അതായത് ഒരു കൂട്ടം ബ്രാഹ്മണർക്ക് ദാനമായിട്ട് നൽകിയ ഭൂമിയാണ് ബ്രഹ്മദേയം എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് അഗ്രഹാരം? സാർ കുറച്ചൊന്ന് വലുതാക്കാൻ പറ്റുമോ ഒരു ഭാഗം? അഗ്രഹാരം ബ്രാഹ്മണ ഗ്രാമങ്ങളാണ് അവിടെ എന്തെന്നറിയപ്പെട്ടത്? അഗ്രഹാരങ്ങൾ എന്നറിയപ്പെട്ടത്. കേട്ടോ, ബ്രാഹ്മണ ഗ്രാമങ്ങളാണ് അഗ്രഹാരങ്ങൾ എന്നറിയപ്പെട്ടിരുന്നത്. ലാസ്റ്റ് പോയിന്റ് ആണ് അവിടെ ദേവസ്വം അഥവാ ദേവദാനം എന്ന് പറയുന്നത്. അതായത് ഈ ക്ഷേത്രങ്ങൾക്കൊക്കെ കൊടുക്കുന്ന ഭൂമികളാണ് പിന്നീട് എന്തറിയപ്പെട്ടിരുന്നത്? ദേവസ്വം എന്നൊക്കെ അറിയപ്പെടുന്നത്. നമ്മൾ പുണ്യാള നഗർബത്തീസിലൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ടേം ആയിരിക്കുള്ളൂ, ദേവസ്വം വക ഭൂമി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ദേവന് അഥവാ ഈ ക്ഷേത്രങ്ങൾക്ക് കൊടുത്തിരുന്ന ഭൂമിയാണ് പിൽക്കാലത്ത് ഏതെന്ന് അറിയപ്പെട്ടിരുന്നത്? ദേവസ്വം എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നത്. യെസ്, അത്ര അറിഞ്ഞിരുന്നാൽ മതി. ക്ലിയർ അല്ല എല്ലാവർക്കും? ഇത് അഡീഷണൽ റീഡിങ്ങിനായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കുന്ന ഒരു ഇമേജ് ആണ്, ജസ്റ്റ് അവിടെ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ഇതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ അവിടെ കഴിഞ്ഞു. ഓക്കെ, ദ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ലൈഫ് ഓഫ് സൗത്ത് ഇന്ത്യ, അത് എങ്ങനെയായിരുന്നു എന്നുള്ളത്. സാറേ സ്ലൈഡ് ഒന്ന് കട്ട് ചെയ്യോ? ജസ്റ്റ് നേരത്തെ അവിടെ പറഞ്ഞ പോലെ ഇവിടെ ജസ്റ്റ് ഒരു ഇൻട്രോ, ഔട്ട്ലേ പറഞ്ഞു തരാം. സോഷ്യൽ ലൈഫ്, നമ്മുടെ സോഷ്യൽ ലൈഫ് എങ്ങനെയാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു കൊച്ചിനെ വിളിച്ച് ചോദിച്ചപ്പോൾ സാർ ഞാൻ രാവിലെ എഴുന്നേക്കും, പല്ല് തേക്കും, ശേഷം കുളിച്ചിട്ട് ഞാൻ സ്കൂളിൽ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്ലാവ് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അതിനുശേഷം തിരിച്ചു വരും, പിന്നെയും പഠിക്കും, പിന്നെ രാത്രി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടും പിന്നെ ഞാൻ പഠിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരാളുണ്ടായില്ലേ സാർ നമ്മുടെ ക്ലാസ്സിൽ? അങ്ങനെ ഒരു കുട്ടി ഉണ്ടായി, കുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ എപ്പോഴും പഠിക്കുന്ന അതേപോലത്തെ ഒരു കൊച്ചു. അപ്പോൾ ഒരു സോഷ്യൽ ലൈഫ് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോഴാണ് അങ്ങനെ പറഞ്ഞത്. ഈ സൗത്ത് ഇന്ത്യയിൽ ആ സമയത്തെ സോഷ്യൽ ലൈഫ് എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് അവിടെ കൂടുതലും ബ്രാഹ്മിൻസ് ആയിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ കാസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം വന്നു. പതിയെ കാസ്റ്റ് എന്നൊരു സാധനം വന്നിട്ടുണ്ടെങ്കിൽ മേൽജാതി കീഴ്ജാതി എന്നൊരു വ്യത്യാസം അവർക്കിടയിൽ സ്വാഭാവികമായിട്ടും വരും. ഓക്കെ, പിന്നീട് ഈ സംസ്കൃത ഭാഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടാനായിട്ട് തുടങ്ങി. ആ ഒരു കാലഘട്ടത്തിൽ സംസ്കൃത ഭാഷയുടെ പ്രാധാന്യത്തെ കുറിച്ചിട്ടും അവിടെ പറയുന്നുണ്ട്. സാറേ സമയം കളയാതെ നമുക്ക് ആ ഒരു സ്ലൈഡിലോട്ട് പോവാം. നോക്കാം. ദ പല്ലവ പാണ്ഡ്യ സൊസൈറ്റീസ് വെർ ബേസ്ഡ് ഓൺ ദ കാസ്റ്റ് സിസ്റ്റം. അതായത് ഈ പല്ലവ പാണ്ഡ്യ പ്രദേശങ്ങൾ ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതം ആയിരുന്നു. ഇനി ആരായിരുന്നു കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയിരുന്നവരും ഹൈ ക്ലാസ് ആയിട്ട് നിന്നിരുന്നതും? ബ്രാഹ്മണ വിഭാഗം ആയിരുന്നു. അപ്പോൾ ദ ബ്രാഹ്മിൻസ് ഹു റിസീവ്ഡ് ലാർജ് എക്സ്റ്റെന്റ് ഓഫ് ലാൻഡ് ആസ് ബ്രഹ്മദേയ വെർ വെൽത്തി ആൻഡ് they had a dominant status in the society. ബ്രഹ്മദേയങ്ങൾ എന്ന പേരിൽ ധാരാളം ഭൂമി ലഭിച്ച ബ്രാഹ്മണർ സമ്പന്നരും സമൂഹത്തിൽ ഉന്നത സ്ഥാനമുള്ളവരായിരുന്നു. കഴിഞ്ഞില്ല. Those who were considered as the low caste
suffered many hardship. There were also section outside the Varna system. കീഴ്ജാതിക്കാരായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നവര് പല അവശതകളും അടിച്ചമർത്തലും അനുഭവിച്ചിരുന്നു. വർണ്ണ വ്യവസ്ഥയ്ക്ക് പുറത്തും പല വിഭാഗങ്ങളും ഉണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ഈ മേൽജാതി കീഴ്ജാതി അതിന്റെ പുറത്തും എന്ത് ചെയ്തിരുന്നു, മറ്റു വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അവരെയൊക്കെ കീഴ്ജാതി എന്നുള്ള ലെവലിലാണ് കൺസിഡർ ചെയ്തിരുന്നത്. ഏറ്റവും ഉയർന്ന വിഭാഗമായിട്ട് അപ്പൊ ട്രീറ്റ് ചെയ്തിരുന്നത് ബ്രാഹ്മണ വിഭാഗത്തെയായിരുന്നു. സാർ അടുത്തയിലോട്ട് പോകാം. There was a village autonomy in Pallava and Pandya kingdom. പല്ലവ പാണ്ഡ്യ ദേശങ്ങളിൽ ഗ്രാമ സ്വയംഭരണം നിലനിന്നിരുന്നു. The village court also existed. Education, justice, etc. were administered and disputes were discussed and settled through collective opinion. ഗ്രാമ കോടതികളും അവിടെ ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസം, നീതിന്യായം എന്നിവ നടപ്പാക്കലും ഒരുമിച്ച് കൂടി ചർച്ച ചെയ്ത് തർക്കങ്ങൾ തീർപ്പാക്കലും അവിടെ ഉണ്ടായിരുന്നു. ഇനി ഈ വക കാര്യങ്ങളിലൊന്നും ആരിടപെട്ടിരുന്നില്ല, രാജാക്കന്മാർ ഇടപെട്ടിരുന്നില്ല. ഈ ഭൂമി ദാനം പഠിച്ചപ്പോൾ അവിടെ ഒരു പോയിന്റ് പഠിച്ചതാണ്, ഈ ദാനം ചെയ്യപ്പെട്ട ഭൂമിയിൽ ലാൻഡ് ഗ്രാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്തരം ലാൻഡ്സിൽ കിങ്ങിന്റെ പവർ അവിടെ കുറഞ്ഞു എന്ന് പഠിച്ചിരുന്നു. ദാനം ചെയ്ത ഭൂമിയിൽ രാജാവിന്റെ അധികാരം കുറഞ്ഞു എന്ന് പറഞ്ഞിരുന്നു. സോ പതിയെ പതിയെ ഇത്തരം പ്രദേശങ്ങളിൽ രാജാക്കന്മാരുടെ അധികാരം കുറഞ്ഞു വന്നു. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നും തന്നെ ആരിടപെട്ടിരുന്നില്ല, രാജാക്കന്മാർ ഇടപെട്ടിരുന്നില്ല. യെസ് സാർ, നമുക്ക് അടുത്തയിലോട്ട് പോകാം. ഞാൻ വായിക്കുമ്പോൾ നിങ്ങളും എൻ്റെ ഒപ്പം ഒന്ന് വായിച്ചു പോകണം കേട്ടോ. ഈ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ജൈനമതവും ബുദ്ധമതത്തെയും പറ്റിയിട്ട്, ജൈനിസം ആൻഡ് ബുദ്ധിസം വിച്ച് വി സ്റ്റഡീഡ് ഏർലിയർ were flourishing in South India where the Pallava before the Pallava period. ജൈനമതവും ബുദ്ധമതവും പല്ലവന്മാരുടെ കാലത്തിന് മുൻപ് ദക്ഷിണേന്ത്യയിൽ വളരെ സജീവമായിരുന്നു. But the religions declined with the increased power of the Brahmins. പക്ഷേ ബ്രാഹ്മണന്മാരുടെ വരവോട് കൂടെ ഈ പറയുന്ന മതങ്ങളെല്ലാം എന്ത് ചെയ്തു, ഈ പറഞ്ഞ മതങ്ങളെല്ലാം അവിടെ ക്ഷയിച്ചു, ശക്തി കുറഞ്ഞു. ബോത്ത് പല്ലവാസ് ആൻഡ് പാണ്ഡ്യാസ് ബിൽഡ് ശൈവ വൈഷ്ണവ ടെമ്പിൾസ് ആൻഡ് എൻകറേജ്ഡ് ദ ഭക്തി മൂവ്മെന്റ്. ഇപ്പോ ശരിക്കും കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിലെ ടെസ്റ്റ് മാറുന്നതിന് മുമ്പ് അവിടെ നമുക്ക് ഈ 4ാമത്തെ ചാപ്റ്റർ ആയിട്ട് ഉണ്ടായിരുന്നത് ഭക്തി പ്രസ്ഥാനത്തെ കുറിച്ചിട്ടായിരുന്നു. ഐ തിങ്ക് 4ാമത്തെയോ 6ാമത്തെയോ ചാപ്റ്റർ ആയിട്ട്. അപ്പോൾ ഇപ്പോൾ ആ ഭക്തി പ്രസ്ഥാനത്തെ പറ്റിയിട്ട് നമ്മുടെ ഈ ഒരു ഭാഗത്തില്ല. ഈ ഭക്തി പ്രസ്ഥാനവും മറ്റു കാര്യങ്ങളെല്ലാം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയപ്പോൾ 7ാം ക്ലാസ്സിലോട്ടാണ് പോയേക്കുന്നത്. അവിടെയാണ് ഈ 9ാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം പഠിച്ചിരുന്ന അതേ ടോപ്പിക്ക് നമുക്ക് ഇപ്പോൾ പഠിക്കാനായിട്ട് 7ാം ക്ലാസ്സിലാണുള്ളത്. ഓക്കെ, അപ്പോൾ അത് പഠിച്ച് അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് മാത്രമായിരിക്കുള്ളൂ ഇപ്പോൾ 9ലോട്ട് എത്തുമ്പോൾ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, പല്ലവരും പാണ്ഡ്യവരും ശൈവ വൈഷ്ണവ ക്ഷേത്രങ്ങൾ എന്ത് ചെയ്തു, നിർമ്മിക്കുകയും ഭക്തി പ്രസ്ഥാനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഐഡിയാസ് ഓഫ് ബ്രാഹ്മണിക്കൽ റിലീജിയൻ ആൻഡ് ഭക്തി വെർ റിഫ്ലക്റ്റഡ് വെൽ ഇൻ സൗത്ത് ഇന്ത്യ ലിറ്റററി വർക്ക്സ് ഓഫ് ദാറ്റ് പീരീഡ്. പല്ലവാസ് എൻകറേജ്ഡ് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ. അതായത് ഈ ബ്രാഹ്മണ മതത്തിൻ്റെയും ഭക്തിയുടെയും ആശയങ്ങളാണ് അക്കാലത്തെ ദക്ഷിണേന്ത്യൻ സാഹിത്യത്തിൽ പ്രതിഫലിച്ചത്. പല്ലവർ സംസ്കൃത സാഹിത്യത്തെ എന്ത് ചെയ്തു, കൂടുതലായിട്ട് അവിടെ പ്രോത്സാഹിപ്പിച്ചു എന്നറിഞ്ഞിരിക്കുക. ഓക്കെ സർ, അടുത്ത സ്ലൈഡിലോട്ടൊന്ന് പോകാം. ഓക്കെ, പല്ലവ രാജാവായിരുന്ന മഹേന്ദ്രവർമ്മൻ ഒന്ന് കേട്ടോ, മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ ഈ സംസ്കൃത പണ്ഡിതനായിരുന്നു. ഓക്കെ, ടൈം ഏകദേശം കഴിയാറായി, ടോപ്പിക് ഏകദേശം കഴിയാറായി കേട്ടോ. ഓക്കെ, ഒരു സ്ലൈഡ് കൂടെ ഉള്ളൂ അല്ലേ സാറേ? ഓക്കെ, യെസ്. പല്ലവ രാജാവായിരുന്ന മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ സംസ്കൃത പണ്ഡിതനായിരുന്നു. മത്തവിലാസ പ്രഹസനം കേട്ടോ, മത്തവിലാസ പ്രഹസനം അണ്ടർലൈൻ ചെയ്തു വെച്ചോ, അദ്ദേഹം രചിച്ച ഒരു കൃതിയായിരുന്നു. ഇനി ടെമ്പിൾസ് ഓഫ് സൗത്ത് ഇന്ത്യ ഹാഡ് എ കൺസിഡറബിൾ ഇൻഫ്ലുവൻസ് ഓൺ ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ അറ്റ് ദാറ്റ് ടൈം. ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങൾ അന്നത്തെ കാലത്ത് നിർമ്മിച്ചിരുന്ന ഈ ജനജീവിതത്തിൽ കാര്യമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയിരുന്നു. അവിടുത്തെ ക്ഷേത്രങ്ങളുടെ കുറച്ച് പ്രത്യേകതകളൊക്കെ നമ്മൾ പറയും. ക്ഷേത്രങ്ങൾ അക്കാലത്തെ പ്രധാന കലാ നിർമ്മിതികളായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അഖിൽ സാറ് ഒരു ടൂറ് പോയി കഴിഞ്ഞിട്ട്, നമ്മുടെ മാവേലി അഖിൽ സാർ കേട്ടോ, ഒരു ടൂറ് പോയിട്ട് ഒരു ചില ക്ഷേത്രങ്ങളുടെയൊക്കെ ഫോട്ടോ എന്ത് ചെയ്തിരുന്നു, ഒരു ടെമ്പിളിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ കാണിച്ചു തന്നിരുന്നു. അതെല്ലാം അതിൻ്റെ കുറച്ച് ഒരു ഇമേജ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടെന്ന് തോന്നുന്നു. ആ ക്ഷേത്രങ്ങളെല്ലാം എന്താ, ഈ നിർമ്മിതികളും അവരുടെ കലാവൈദഗ്ധ്യത്തിന് എക്സാമ്പിളും ആയിരുന്നു. അവർ എത്രത്തോളം എക്സ്പേർട്ട് ആയിരുന്നു എന്നുള്ളതിന് എക്സാമ്പിൾ ആയിരുന്നു. ക്ഷേത്രങ്ങൾ അക്കാലത്തെ പ്രധാന നിർമ്മിതികളായിരുന്നു. കാഞ്ചീപുരം, മഹാബലിപുരം, മധുര എന്നിവിടങ്ങളിലെ അക്കാലത്തെ പ്രധാന ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അറിഞ്ഞിരിക്കുക. ഓക്കെ, യെസ് സാർ, നമുക്ക് അടുത്തയിലോട്ടൊന്ന് പോകാം.
ഓക്കെ, ലാസ്റ്റ് ടോപ്പിക് ഇതാണ്. അന്നത്തെ കാലത്തെ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ. കാലക്രമേണ ക്ഷേത്ര 3 വിഭാഗങ്ങളായിട്ട് അവിടെ വികാസം പ്രാപിച്ചു, ഡെവലപ്മെന്റ് ഉണ്ടായി. ഏതൊക്കെ രീതിയിലാണെന്നുള്ളത്: ഒന്ന്, റോക്ക് കട്ട് ടെമ്പിൾസ് അഥവാ പാറ വെട്ടി നിർമ്മിച്ച ക്ഷേത്രങ്ങൾ. 2, മോണോലിത്തിക് ചാരിയറ്റ് ടെമ്പിൾസ്, അതായത് ഒറ്റക്കല്ലിൽ തീർത്ത ക്ഷേത്രങ്ങൾ. ലാസ്റ്റ് പോയിന്റ്, സ്ട്രക്ചറൽ ടെമ്പിൾസ് അഥവാ ഘടനാക്ഷേത്രങ്ങൾ. ഈ 3 രീതിയിൽ എന്ത് ചെയ്തു, അവിടെ ക്ഷേത്ര നിർമ്മാണം 3 ഘട്ടങ്ങളിലായിട്ട് അവിടെ വികാസം പ്രാപിച്ചു എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഈ 3 എണ്ണവും ക്ലിയർ ആണോ എല്ലാവർക്കും? ആ ഡെവലപ്മെന്റ് ഉണ്ടായ 3 എണ്ണവും ക്ലിയർ ആണെങ്കിൽ ഒരു തമ്പ് കാണിച്ചേ. ഓക്കെ, ബൈ ഹാർട്ട് ഒന്നും പഠിക്കണ്ട, വായിച്ചിരുന്നാൽ മതി. റോക്ക് കട്ട് ടെമ്പിൾസ്, മോണോലിത്തിക് ചാരിയറ്റ് ടെമ്പിൾസ്, സ്ട്രക്ചറൽ ടെമ്പിൾസ്. ഇതിന്റെ ഒരു ഇമേജ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഒന്ന് നോക്കിയേക്കാം. സാർ ആ ഈ ഒരു ഇമേജും കൂടെ ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം നമുക്ക്. കണ്ടോ, ഇതെല്ലാം ആ പറയുന്ന ഇതിന് എക്സാമ്പിൾ ആണ്. ഒറ്റക്കല്ലിൽ തീർത്ത ക്ഷേത്രങ്ങൾ കൊത്തുപണിയിലൂടെ നിർമ്മിച്ചത് അതിനൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ സാറേ, സ്ലൈഡ് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കണ്ടന്റുകളെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ ആ ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന സെക്ഷൻസ് എല്ലാം, ചില ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു, ഇത് നിങ്ങളൊന്ന് റൗണ്ട് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതൊക്കെ. ആ സെക്ഷൻസ് ഒക്കെ നന്നായിട്ട് നോക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വേറൊരു ചാപ്റ്റർ ആയിട്ട് എന്ത് ചെയ്യാം, അവിടെ കാണാം. ഓക്കെ സാറേ, സ്റ്റോപ്പ് ചെയ്യാലോ നമുക്കപ്പോൾ? താങ്ക് യു, ടാറ്റ, ഹാവ് എ അടിപൊളി ദിവസം. ഓക്കെ, ടാറ്റ, ബൈ ബൈ.